കഴിവുള്ളവളാണ് റാണി സോയാംബിക. അവളുടെ സ്ഥാനം അവളിൽ നിന്നെടുത്ത് കളയാതെ അവളോട് കരുണ കാട്ടാൻ ശ്രമിക്കുകയോ, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അവളുടെ മരണം ക്രൂരമായിരിക്കണം. അതുമാത്രമല്ല, ആ സ്ഥലം കത്തിച്ച് ചാമ്പലാക്കണം, തകർത്തെറിയ. വിടരുത്, അവർക്ക് നരകം കാണിച്ചു കൊടുക്ക. കത്തിക്ക്, കത്തിച്ച് ചാമ്പലാക്ക്. തീർച്ചയായും അവൻ ഈ സ്വർണങ്ങളും വൈഡൂര്യങ്ങളും എടുക്കാൻ വന്നവനല്ല. മഹാരാജൻ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആ നഗരത്തിന്റെ സുരക്ഷാ കവചമായ കോട്ടമതിലിൽ 48 ഭാഗങ്ങളിൽ ബാരക്സ് വെച്ചിട്ടുണ്ട്. വഴിമരുന്നിട്ട് തീ കൊളുത്തിയാൽ അവർ പിന്മാറി ഓടും. ആ മതിലുകൾ തകർക്കാൻ പറയൂ. മഹാറാണി, ഇത് സഭാഗ്രഹിയുടേതാണ്. ഇത് തങ്കത്തിൽ പൊതിഞ്ഞതാണ്. ഇത് ഡ്രാഗൺ ക്ഷേത്രത്തിൽ വെച്ചു. ഇതൊരിക്കലും റഷ്യൻ പടയാളികൾക്ക് കിട്ടില്ല. ഇനി ആ നിധി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മളിലൊരുവൻ വരുംകാല തലമുറയോട് ഇതിനെപ്പറ്റി പറയണം. ഇതാരോടാ പറയാൻ പോകുന്നത്? ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിനുള്ള ഉത്തരം ഉടനെ കിട്ടും. മാസ്കോവിൽ നിന്ന് അത്ഭുതകരമായ എക്സ്പെരിമെന്റൽ നടക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇത് ക്രിയേറ്റേഴ്സിന് വളരെ ഉപയോഗപ്പെടും. ഇത് നന്നായി പോകുവാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആർമി ഇവരുടെ കുട്ടികളെ വീരപുരുഷന്മാരാക്കി മാറ്റുന്നു. 1 വർഷം നല്ല ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുത്താൽ മതി. ഫ്രീ ഫുഡ്, യൂണിഫോം ഡിസൈൻ ചെയ്യുന്നത് വലിയൊരു കമ്പനിയാണ്. അവർക്ക് നല്ല കോച്ചിങ് കൊടുത്ത് മികച്ച ടീമായി രൂപപ്പെടുത്താം. അവർക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടും. പുതിയ സുഹൃത്തുക്കൾ, അതിസുന്ദരികളായ പെൺകുട്ടികൾ. ഇതാ കണ്ടില്ലേ? ഈ നാടിനെ സംരക്ഷിക്കും. ആ ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് എന്നും കഴിയാം. ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇവിടേക്ക് അയക്കൂ. ഞങ്ങൾ അവരെ നല്ലതുപോലെ വളർത്തിയെടുക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഒരു ട്രാക്കിംഗ് സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എന്ത് നടന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരെയും ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാം തന്നെ എന്റെ കൺട്രോൾ മാത്രമാണ്. നിങ്ങൾ കുട്ടികളെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷവാന്മാരാകും. ഇവിടെ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് വളർന്നാൽ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. പേടിക്കണ്ട, വലിയ ശബ്ദമൊന്നും വരില്ല. വേഗം വാ, സമയമായടാ. റിലാക്സ്, ഞാൻ വന്നു. ഒന്ന് നിൽക്കണേ, ഇവിടെ ജോയിൻ ചെയ്യാൻ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. ചെയ്തേക്കാലോ. ഏത് ന്യൂസ് പേപ്പറിനാണ് വന്നിരിക്കുന്നത്? അതുമാത്രമല്ല, എന്റെ ഫാൻസിനെ സൈൻ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഫാൻസ് എന്ന് വെച്ചാൽ ജീവനാണ്. എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ ആർക്ക് വേണമെങ്കിലും കാണാം. ഫോട്ടോ എടുക്കണോ? ഞങ്ങളടുത്ത് നല്ലൊരു ആൽബം ചെയ്യാൻ പോവുകയാണ്. ഒരു അടിപൊളി പോപ്പ് സോങ്. നിങ്ങൾ എന്റെ കൂടെ വരും. തീർച്ചയായും വന്നേക്കാം. പോവരുത്, എനിക്ക് ആകെയുള്ള പ്രതീക്ഷ നിന്നില്ല. കമാൻഡർ എവിടെയാ? ഷോ ഉണ്ട്, ഒന്ന് വിടുന്നുണ്ടോ? ഒന്ന് പറഞ്ഞിട്ട് പോ. മാറിപ്പോ.
And 1, 2. Kirill Nikolai. താങ്ക് യു മൈ ബ്യൂട്ടി. നിന്റെ പേരെന്താ? എന്റെ പേര് ഓൾഗ. എന്റെ ഫ്രണ്ട്സ് എന്നെ റോക്സി ബോക്സി എന്ന് വിളിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വളർന്നു വരുന്ന ഒരു നല്ല കലാകാരനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ശരി, നമുക്ക് കാണാം. ഗേൾ നിക്കോളായ്. ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇതിവിടുന്ന് മാറ്റൂ. ഈ ചുണക്കുട്ടിയാണ് ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇവന്റെ പേര് കിരിൽ നിക്കോളാസ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കൂ. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മൈക്കിൽ പറയൂ. എൽവിസ് പ്രെസ്ലിയുടെ ഒരു അടിപൊളി സോങ് പാടാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളിത് കേട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് ആർമിക്കും ഇഷ്ടപ്പെടും. പാടാൻ പോവുകയാണ്. 1, 2, 1, 2, 3, 4. എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാട്ട് പോരാ, ഇനിയും ഒരുപാട് പാട്ടുകൾ പാടണം. എനിക്കറിഞ്ഞതാ ഒരു പാട്ട്. ഇദ്ദേഹത്തിന് കുറെ പാട്ടുകൾ അറിയാമെങ്കിലും ഒരു പാട്ടേ ഇവിടെ പാടുന്നുള്ളൂ. ആ ഒരു പാട്ട് മാത്രം മതി ഇദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനായിട്ട്. കലക്കുമോനെ. ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു മ്യൂസിഷ്യനാണ്. അതെ, ഞാനൊരു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറും ഇദ്ദേഹം. ശരി, നമ്മുടെ കമ്പ്യൂട്ടർ ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇദ്ദേഹം ഹോളിവുഡിലെത്തുമോ? അവിടെ ചെന്ന് വിജയങ്ങൾ കൈവരിക്കുമോ? കമ്പ്യൂട്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കമ്പ്യൂട്ടർ പ്രിന്റ് പുറത്തു വിട്ടു. നിങ്ങൾ തമാശയല്ലേ പറയുന്നത്? അടിപൊളി ജോക്ക്. നമ്മുടെ ന്യൂക്ലിയർ സബ്മറൈനിലാണ് ഇദ്ദേഹം ജോലി ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ചെറുപ്പക്കാരന്റെ ഒരു ഭാഗ്യമാണ്, നമ്മുടെയും. ആ സബ്മറൈൻ വളരെ ഫന്റാസ്റ്റിക് ആണ്. നിനക്ക് മിൽക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? അവിടെ പ്രിസർവ്ഡ് മിൽക്കേ കിട്ടൂ. അല്ല, എന്റെ ഗിറ്റാർ എവിടെയാണ്? നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ തോറ്റ ചരിത്രമില്ല. എനിക്കും ആർമിയിൽ ചേരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിന് ഫിറ്റ് അല്ല. അത് നമുക്ക് നോക്കാം. എന്തിനാ നുണ പറയുന്നത്? ഇതിലെല്ലാം കറക്റ്റ് ആണല്ലോ. എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഇനി എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇവിടെ ഒരു പ്രസ്, ഇവിടെ ഒരു പുഷ്. അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ മോനെ, നീ ഓക്കെയാണ്. ഡേറ്റാബേസിൽ എല്ലാം സേവ് ആയി കഴിഞ്ഞു. ആരെന്ത് നുണ പറഞ്ഞാലും കണ്ടുപിടിക്കും. ടെക്നോളജി അത്രയ്ക്ക് വളർന്നിട്ടുണ്ട്. ദാ അവിടെയാണ് പോണ്ടത്. എത്ര ദിവസം ഉണ്ടാവണം? 1 വർഷം ആ സബ്മറീനിൽ ഉണ്ടാവണം. അല്ല, അത് പിന്നെ എന്നെ കൊണ്ട് ആക്ച്വലി. എന്താ കിടന്ന് പരുങ്ങുന്നേ, പറയേ. എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് അറിയണം അല്ലേ? ഇത് കണ്ടില്ലേ, 1 വർഷം ഇവിടെ ജോലി ചെയ്താൽ $50,000 കിട്ടും. ഇത് സത്യത്തിൽ വലിയൊരു സംഖ്യയാണ് മോനെ. അല്ല, അത് പിന്നെ നിനക്ക് പോകാനുള്ള സമയമായി. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇനി നീ ഇവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നും മിണ്ടാതെ പോയി ജോലി ചെയ്യ. എന്റെ അമ്മോ, എന്താ വലുപ്പം. ഡോക്ടർ, ഞാൻ ഫേസിലേക്ക് പോകാൻ തയ്യാറാണ്. അതിനുള്ള യോഗ്യത എനിക്കുണ്ടല്ലോ. നോക്കിയിട്ട് പറയൂ. ക്രിസ്റ്റാലിയോ, നീ വീണ്ടും വന്നോ? അതെ, ഞാൻ തന്നെ. നിനക്ക് ആകെ 7 ദിവസമേ ഉള്ളൂ. എമൗണ്ട് കൂട്ടാനൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യ. ഒരു സോൾജിയറായിട്ട് തന്നെ മരിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ കഴിയും. പക്ഷെ നാറ്റോയുടെ മേലൊരു കണ്ണുണ്ടാവണം. പിന്നെ നമ്മുടെ ലക്ഷ്യം മറക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങളല്ലേ കമാൻഡർ? പറയണേ സാർ, നിങ്ങളല്ലേ അത്? നിങ്ങളെയാ കാണാൻ വന്നേ. നിങ്ങളാരാ? എനിക്ക് ആകെയുള്ള പ്രതീക്ഷ നിങ്ങളില്ല. എന്നെ രക്ഷിക്കണം സാർ, പ്ലീസ് സാർ. കമാൻഡർ സാർ, പ്ലീസ്. നിന്നോട് എത്ര തവണയായിട്ട് പറയാ നിന്റെ പ്രായം കഴിഞ്ഞു പോയെന്ന്? ഡോക്ടർ, എനിക്ക് ഈ ലോകത്തെ രക്ഷിക്കണം. ഈ ലോകം എനിക്കുള്ളതാണ്. ഈ ലോകം നിനക്ക് മാത്രമുള്ളതല്ല. പോയി തുണി കൊടുക്കടാ. ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഇങ്ങോട്ട് നോക്ക്, നീയാണ് എന്റെ ആകെ പ്രതീക്ഷ. നീ പറ, നീ എന്നെ സഹായിച്ചേ പറ്റൂ. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പോയി പാന്റ് അഴിച്ചിട്ട് നിക്ക്. കമാൺ. നിങ്ങളോടാ ചെല്ല്. ഞാൻ അതിനൊന്നും അല്ല വന്നത്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വന്നതാ. എന്ത് പ്രധാനപ്പെട്ട കാര്യമായാലും ശരി, പറഞ്ഞതനുസരിച്ച്. എന്നെ എന്തിനാ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത് ദൈവമേ? നിങ്ങൾ സത്യത്തിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഇതെല്ലാം വളരെ നല്ലതിനല്ലേ?
ഇത് നോക്ക് മുത്തശ്ശ, ഞാനൊരു സൈക്യാട്രിസ്റ്റാ. നിങ്ങൾ തെറ്റായ സ്ഥലത്താ വന്നത്. ഇങ്ങോട്ട് നോക്ക് മോളെ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ക്രിസ്റ്റലോ, ക്രിസ്റ്റലോ, ഇവിടെ തന്നെയുണ്ട്. നിനക്ക് സ്പേസിലേക്ക് പോണ്ടേ? അപ്പൊ എന്നെ സഹായിക്കേ. നീയും ക്രിസ്റ്റലോയും ചേർന്ന് ഇയാളെ പുറത്തോട്ട് കൊണ്ടുപോ. ഇവിടം വിട്ട് പോകുന്നുണ്ടോ അടിച്ചു കൊല്ലണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കാണെങ്കിൽ നിങ്ങളോട് തർക്കിക്കാൻ സമയമില്ല. എന്റെ കയ്യിലാണെങ്കിൽ ഒരു മാപ്പ് ഉണ്ട്. ഈ തങ്കം എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് സ്വയംബേഗ കട്ടാമ്പേട്ടൽ എന്നാണ് ഉള്ളത്. ഇത് കൃത്യമായ തെളിവാ. ഇതിലുള്ള സീനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇതൊക്കെ സത്യമാണ്. ഇത് ഹൈബ്രിഡാ. തീർച്ചയായിട്ടും ഇതൊക്കെ സത്യമായിരിക്കും. എനിക്കിത് മനസ്സിലാകുന്നത് ഏലിയൻ ലാംഗ്വേജിൽ എഴുതിയതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കണ്ടുപിടിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഇതിൽ സത്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? സത്യം പറ. ഇത് ഖസാനിൽ നിന്ന് കിട്ടിയതാ. ഖസാൻ എവിടെയുള്ളത്? ഇങ്ങോട്ട് നോക്ക്, നമുക്കൊരു നല്ല കാലം വരാൻ പോവുക. അത് നീ കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസവും ഉണ്ട്. ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ചെയ്ത് കാണിക്ക്. നമ്മൾ രക്ഷപ്പെടും. ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. ഹലോ, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് നാണം തോന്നുന്നു. കൊറേയായി ഞങ്ങളെ ഇട്ട് ഓടിക്കുന്നു. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ നീ വന്നോ. കളിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇവരാണത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കുക. ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പേപ്പർ ഉണ്ടായിരുന്നോ? ഇല്ല, എന്റെ കയ്യിലും ഒന്നുമില്ല. എന്റെ അടുത്ത് ഒരു പേപ്പറും ഇല്ല. എന്നാ ശരി, വാ പോവാ. ആരും അനങ്ങരുത്. നിങ്ങളൊക്കെ ആരാ? ഇദ്ദേഹത്തിന് സുഖമില്ല, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോവാ. ഞങ്ങൾ ആശുപത്രി ജീവനക്കാരാ. ശരി, ബാക്ക് ഡോർ വഴി പെട്ടെന്ന് കൊണ്ടുവന്നു. ആയിക്കോട്ടെ, വഴിന്ന് മാറടാ. എനിക്ക് ആകെയുള്ള പ്രതീക്ഷ കമാൻഡർ. ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറയൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ആകെ ബഹളമാണല്ലോ. ആഹാ, നീയാണോ? നീ എല്ലായിടത്തും ഉണ്ടല്ലോ. നിന്നെ കൊണ്ട് വലിയ ശല്യമായിരിക്കും. ഈ നാടിനെ രക്ഷിക്കണം, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ആരും അത്രയ്ക്ക് വില നൽകുന്നില്ല. എനിക്ക് പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടിക്കുക. പക്ഷെ ഞാനിത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നീ ആളൊരു മിടുക്കൻ. ശരി, ഫോർവേഡ്. യെസ് സർ. കാമറേഡ് ക്യാപ്റ്റൻ. സോറി. ഇത് കാഴ്ച ബംഗ്ലാവൊന്നും അല്ലല്ലോ. കോമ്രേഡ്, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വാതിൽ തട്ടാതെ നിങ്ങൾ എങ്ങനെ അകത്തോട്ട് കയറി വരും? ആവശ്യമില്ലാതെ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. മതി, ഇതൊന്നും ശരിയാവില്ല. ലൂബ, ലൂബ, ലൂബ. എനിക്കിത് വേണ്ട. ഇനി ഞാൻ ഇവിടെ കാല് കുത്തില്ല. കാല് വെച്ച എന്റെ കാല് വെട്ടിയേക്ക്. എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തോ, ഞാൻ എന്റെ പട്ടിയും കൊണ്ട് പോവാ. നന്നായി. ആ കട്ടനൊന്ന് മാറ്റിക്കേ. നിനക്ക് ഒളിച്ചു നിൽക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലടാ. നീ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കാനുള്ള ടെക്നോളജിയൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്. നിന്റെ ഒരു പരിപ്പും ഇവിടെ വേവില്ല. നീ ഇക്കാര്യം മറന്നോ? എനിക്ക് ഖസാനയിലേക്ക് ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമോ? കേറ് കേറ്. പോകാം പോകാം. വാ, ഒന്ന് വേഗം വാ. എല്ലാരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വേഗം വാ. ഇത് ഖസാനിലേക്കല്ലേ പോകുന്നേ? അതെ, നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ. നിങ്ങളും ഇതിലാണ് വരുന്നേ? ഞാനും ഇതിൽ തന്നെ വരുന്നേ. തീർച്ചയായും ഞാൻ ഇവിടം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാൻ പോവുകയാണ്. അത് സുഖമായിരിക്കും. Связь скоростной 4G модема от Мегафона.
മോസ്കോയിൽ നിന്നാണല്ലേ? ഞാനോ? ഇൻഡിക്കേറ്റർ ഇടാൻ എങ്ങോട്ടാണ് തിരിയുന്നത്? പ്രാന്ത, വണ്ടി ഓടിക്കാനും അറിയില്ല കോപ്പന്മാര്. സ്റ്റുഡന്റ് ആണല്ലേ? അങ്ങനെയും പറയാം. ഞങ്ങളുടെ നാട്ടിലെ സ്റ്റുഡൻസ് ഒക്കെ തീപ്പൊരി പോലെയാ പെരുമാറുക. ഇവിടെയുള്ള ആൺപിള്ളേര് പെൺപിള്ളേരോട് ഒലിപ്പിക്കാൻ പോകുന്നില്ല. അവളുമാര് ഓമാരെ വളയ്ക്കും. സ്വയാംബിക ടവർ ഉണ്ടല്ലോ, എടാ നായിന്റെ മോനെ എന്തിനാ വണ്ടി ഓടിക്കുമ്പോ ഫോൺ ചെയ്യുന്ന? എത്ര പേര് ചത്താലും നിനക്കൊന്നും ബുദ്ധി വരില്ല. എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അതുവഴി പോകാമോ പ്ലീസ്? എന്താ കളിയാക്ക? ഇതന്നെ ഒരു ഷോർട്ട് കട്ടാ പോരെ. നിങ്ങളുടെ ഷോർട്ട് കട്ട് കാരനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. അല്ല, മോൻ കബാനിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞു? ട്രഷർ കണ്ടുപിടിക്കാൻ വന്നതല്ലേ? ഞാൻ ലേക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ലേക്കോ? ഓ പോട്ട വണ്ടി എടുത്തു വന്നിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറും. ഇത് ആവശ്യം വരും വെച്ചോ. വല്ലാത്ത കഷ്ടം തന്നെ. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ ഒരുത്തനും അറിയില്ല. നമ്മൾ എത്തി കേട്ടോ. ആഹാ, കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ഇതാ കണ്ടോ, ഹ്യൂമാരൊക്കെ എന്തു പറയാനാ. കിട്ടാത്ത നിധിക്ക് വേണ്ടി ഇടയ്ക്ക് വന്ന് ലേക്ക് വൃത്തിയാക്കിയിട്ട് പോകും. ഇതാണ് വരുന്നവരുടെ പരിപാടി. അമേരിക്കക്കാർ ഒരു കാരണമില്ലാതെ ഒന്നും വൃത്തിയാക്കില്ല. ചെന്നാ ട്രഷർ ഹണ്ടർ ലൈനിലേക്ക് നിൽക്ക്. ഇത് കബാനിലേക്കല്ലേ? തന്നെ തന്നെ തന്നെ. ഓക്കെ, ബില്ല് എത്രയാണ്? ആ പൈസ ഇതിലുണ്ട്. VIP പാസ് ഉണ്ട്, പറ്റിക്കാൻ പറ്റില്ല. ചോറ് പതുക്കെ അടച്ചൂടെ? താങ്ക് യു ഡോക്ടർ ലീ. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥലം അരിച്ചു പെറുക്കി നോക്കി. എല്ലാം വള്ളിക്കെട്ടുകളാ ഉള്ളത്, അല്ലാതെ നമ്മൾ അന്വേഷിച്ചു വന്ന ഒന്നുമില്ല. ഇതൊക്കെ ആരുണ്ടാക്കിയതാണാവോ? പക്ഷെ രക്ഷയ്ക്ക് ആവശ്യമുള്ളത് ഇവിടെ എന്തായാലും കിട്ടും. വെള്ളം പോലെ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് ചെയ്യാ നീ? അങ്ങനെ ചെയ്യല്ലേ. ഈ ലെജൻസ് തികച്ചും വ്യത്യസ്തരാ. എല്ലാം ഒളിച്ചു വെച്ചേക്കും. ഇവിടെയുള്ള ഹെപ്റ്റൈലിനെ കണ്ടപ്പോലും ഡ്രാഗൺ എന്ന് വിചാരിക്കും. എല്ലാം പേടിത്തൊണ്ടന്മാരാ. ശരി, ഇപ്പൊ സയൻസിന്റെ പാതയിൽ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ശ്രമിച്ചു നോക്കാം. ശരിയായ റെക്കോർഡ്സ് ഒന്നും ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ, ശരിയല്ലേ? എച്ചിലിങ്ങനെ തിന്നാതെ. എടി മണ്ടി നോക്കി മര്യാദക്ക് സംസാരിച്ചോ നീ? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ? ഷേപ്പ് മാറ്റി ഞാൻ. ഇത് ആ നേഴ്സ് അല്ലേ? അല്ലല്ല. ഏയ് മതി മതി. എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇഷ്ടം പോലെ സമയമുണ്ടെന്നാണോ വിചാരം? ഇനി 7 ദിവസേ ബാക്കിയുള്ളൂ. 1 വീക്ക് ഓൺലി. അതിനുള്ളിൽ ജോലി അവസാനിപ്പിച്ച് മടങ്ങണം. മനസ്സിലായോ? ജോലി നോക്ക്, ബഹളം വെക്കാതെ. എല്ലാവന്മാരും ശല്യം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുക. ഡേ 1 ഏലിയൻ ഷിപ്പ് വെച്ച് ഞാൻ ഡീകോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കാം. ഇപ്പൊ ഒരു കാര്യം മാത്രം ചെയ്യണം. ആ എനർജി സിഗ്നേച്ചർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കൃത്യമായിട്ടും അത് എവിടെയാണെന്ന് അറിഞ്ഞാൽ അത് കുഴിച്ചെടുക്കണം. അതിനുശേഷം എന്റെ അച്ഛനെ നീ കെട്ടിപ്പിടിക്കണം. എന്റെ ഹൃദയം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണം. അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കണം. എന്ത് ശബ്ദം അത്? എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാം. അവക്ക് എന്താ പറ്റിയത്? അവൾക്ക് പിടിക്ക്. എല്ലാരും കണ്ടില്ലേ? എക്കോളജിസ്റ്റ്. അവള് കുടുങ്ങിയത് കണ്ടില്ലേ? എല്ലാം എക്കോളജി കാരണമാണ്. എന്റെ പേര് കിരിൽ നിക്കോലായ്. തീർച്ചയായും ഇതിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും. നമ്മളൊന്ന് സ്റ്റൈലാകണം. ഗുൽനാരെ, ഗുൽനാരെ സുഖാണോ? നിന്നെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിനക്കൊരു മാറ്റവും ഇല്ല. എല്ലാരും കണ്ടോളൂ, ഇവളാണ് എന്റെ ഫ്രണ്ട് ഗുൽനാര. ആർക്കിയോളജിക്ക് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ഞാൻ പഠിച്ചെന്നോ? നീ കാരണം
ഞാൻ പുറത്തായില്ലായിരുന്നോ? എന്നോട് ക്ഷമിക്ക്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണത്. ഞങ്ങൾ ഇവിടെ ഒരു പീസ് മിഷന് വേണ്ടി വന്നതാണ്. ഇവിടെയുള്ള ഡേഞ്ചറസ് മീഥേനാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നാണ് തോന്നുന്നത്. എന്താണോ പിടിച്ചവന് ഒരു വഴിയാക്കാൻ പോവുകയാണ്. അടിപൊളി. പറയുകയാണെങ്കിൽ ഇത് അപകടം പിടിച്ച ജോലി. നീ അധികം സംസാരിക്കണ്ട. നീ നിധി തേടിയാ വന്നിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗുൽനാർ, നീ എന്താ ഇത് സ്വപ്ന ലോകത്താണോ ജീവിക്കുന്നത്? എന്റെ ഒപ്പം വാ, ഞാൻ എല്ലാ പേപ്പേഴ്സും കാണിച്ചു തരാം. വാന്നേ. സൂക്ഷിച്ചു വേണേ. വാ വാ. ഗേൾസ്, ആ ടേബിൾ സെറ്റ് ചെയ്തേക്ക്. ഈ ഭാഗത്തേക്കാ, റൈറ്റ് സൈഡിലേക്ക് പോ. വാ പോകാം. ഇപ്പൊ എന്റെ പുതിയ നിക് നെയിം കെറിൽ സൂപ്പർ സ്റ്റാർ നിക്കോലായ്. എന്റെ അടുത്ത പ്ലാന് ഒരു സിംഗിൾ സോങ് റിലീസ് ചെയ്യുന്നതാണ്. ഒരു പെർഫെക്റ്റ് ആയ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അതില് ഒരു വർഷം നീ സബ്മറീനിൽ ജോലി ചെയ്യണം. ഈ ലോകത്തെ നീ രക്ഷിക്കണം. സമയമില്ല, ഇനി 6 ദിവസം കൂടിയേ ഉള്ളൂ. എത്ര വലിയ വിഡിയോ ഈ ചെക്കൻ. മാത്രമല്ല, ഈ റബ്ബർ ബോട്ടിൽ വന്ന് അകപ്പെട്ടിരിക്കുന്നു. എനിക്കറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ, ഈ അറ്റാക്ക് കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ നീ തന്നെ ഒന്ന് നോക്ക്, എങ്ങനെ അകപ്പെട്ടതെന്ന്. അത് ശരി, ആ സ്വയാംബിക മാപ്പ് എവിടെയാ ഉള്ളത്? നീ മാത്രം സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ ഫ്രണ്ടും നിന്നോടൊപ്പം മരിക്കും. അതെ അതെ, ഒരു പെണ്ണിന്റെ ശരീരം എപ്പോഴും ആണുങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊക്കെ പോട്ടെ, അതെവിടെയാ ഉള്ളത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, നീ അത്രയ്ക്കും ഭംഗിയാണ്. നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ഇതൊന്ന് അഴിച്ചുവിടുവാണെങ്കിൽ നന്നായിനെ. പ്ലീസ് ഒന്ന് അയക്കോ. നല്ല ക്ഷീണുണ്ടല്ലേ? ഇപ്പൊ അതല്ല പ്രശ്നം, എനിക്കും ഇതിനും ഒരു ബന്ധവുമില്ല. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, ഇനി കാണാൻ പോകുന്നുമില്ല. അവൻ നുണ പറയാ. തീർച്ചയായും അവളോടൊപ്പം ആയിരിക്കും വന്നിരിക്കുന്നത്. ഒപ്പം ഒരു കളവനും ഉണ്ടായിരിക്കല്ലോ. രണ്ടാളെ അവനായിരിക്കും അയച്ചത്. എന്നോട് ഇല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നീ തന്നെ തന്നല്ലോ. ശരിയാണല്ലോ. പോക്ക ഇത് കണ്ടോ മോളെ, എനിക്ക് എപ്പോഴും പെണ്ണുങ്ങളോട് ടീമായിരിക്കുന്നതാണ് ഇഷ്ടം. നീ എന്താണ് ചെയ്യുന്നത്? എടാ പറഞ്ഞ കേക്ക്, ഞാൻ ചൈനക്കാരനല്ല. ഡോക്ടർ ലീ, വേണ്ട, വിട്ടേക്ക്. ഞാൻ സ്വിമ്മിങ്ങിന് പോയിട്ട് വരാം. ഇതെന്താ അറിയോ? ഞാനിപ്പോ ലേക്കിന്റെ മധ്യത്തിലാ ഉള്ളത്. ഇത് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം. നമുക്ക് ലക്കുണ്ടോ നോക്കാം. ലക്കുണ്ടെങ്കിൽ എന്തായാലും നടക്കും. ഞാൻ ആഗ്മയിലേക്ക് തന്നെ പോയേക്കാം. ഹേയ്, നിന്റെ പേരെന്താണെന്ന് പറയേ. ഗുൽനാറയല്ലേ? എനിക്ക് നിനക്കും ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞേക്കേ. എനിക്കും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്നോടാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് പാതി മാപ്പേ ഉള്ളൂ. ബാക്കി എവിടെയാ ഉള്ളത്? ഗുൽനാര ഇപ്പൊ അതെവിടെയാ ഉള്ളതെന്ന് നമ്മളോട് പറയും. ശരി, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നോളൂ. നീ ആരാ? നീ ആർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നതെന്ന് പറ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരുടെ കീഴിലും ജോലി ചെയ്യുന്നില്ല. ഞാൻ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നവനാ. ഇതൊക്കെ നിന്റെ തോന്നലല്ലേ? സംശയം ഉണ്ടെങ്കിൽ നോക്കിയേ. ഇത് കണ്ടോ, അവരെന്നെ ട്രേസ് ചെയ്യും. അവര് മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നിങ്ങളുടെ കാര്യം പോക്ക. ഇത് സാറ്റലൈറ്റ് ട്രാക്കിംഗ് ആണ്. ഇത് വെച്ച് അവർക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. കട്ട് ചെയ്തേക്കട്ടെ. അവർ രണ്ടുപേരെ എനിക്ക് വേണം. കാരണം ബാക്കി ഭാഗം അവരുടെ കയ്യിലാ ഉള്ളത്. പക്ഷെ ആ ചെറുക്കനെ നമുക്ക് വേണ്ടല്ലോ. അവനെന്താ ചെയ്യണ്ടത്? ഞാനൊരു കൊലപാതകിയല്ല, ഞാനൊരു ആർക്കിയോളജിസ്റ്റാ.
ശരി, അപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം. അവന്റെ ഒരു കൈയങ്ങ് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടൊരു ശല്യം കാണില്ല. ശരി, നമുക്ക് പോയി ഉറങ്ങാം. വാ 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 വാ, നമുക്ക് പോയി ഉറങ്ങാം. അല്ല, നമ്മുടെ ഗസ്റ്റിനെ കാണാനില്ലല്ലോ. അവരെവിടെയെന്ന് പോയി നോക്ക്. അവരെവിടേക്കാ പോയേ? എവിടെ പോയി അവര്? അവൻ രക്ഷപ്പെട്ടു. അവൻ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞു. നീ കാരണം അവര് രക്ഷപ്പെട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇയാളെല്ലാം വേസ്റ്റാന്ന്. രണ്ടുപേരും വായടയ്ക്ക്. അവരെല്ലാവരെയും പറ്റിച്ചു. ഇനിയിപ്പൊ നമ്മൾ അവരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അവര് പോപ്സിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. അവൻ എന്തായാലും രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ നിങ്ങൾ കണ്ടോ? ആരാത്? നീ മിണ്ടായിരിക്കെ, ഞാൻ പോയി നോക്കാം. പേടിക്കണ്ട, ഞാൻ പോയി നോക്കാം. പിടിക്ക്. നമുക്കൊരു സമ്മാനം കിട്ടാൻ പോവാ. അടിച്ച് പൊളിക്കണം. പിടിച്ച് വലിക്ക്. ഇവർക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ആശുപത്രി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ കൊണ്ടുപോവാ. എന്റെ വീട് അതിനടുത്താ. ഇതൊരു വലിയ കേസാ. കോപ്സിന് കോൾ ചെയ്താലോ? ഏയ്, അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഇവൻ കൊള്ളാലോ, പാവാന്ന് തോന്നുന്നു. എടുക്കാനായിട്ട് എന്നോട് സഹായിക്കൂ. Доброе утро. Доброе. Хотите спою? Веселее работать. നീ പറയുന്ന പോലെ ചെയ്യാനൊന്നും പറ്റില്ല. അവര് ടേപ്പിട്ട് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച്. അവര് കൈ കട്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നേ? നീ അതാണ് ചെയ്യേണ്ടിയിരുന്നേ. ഇത് വളരെ അത്ഭുതകരമായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. നേരത്തെ നടന്ന സംഭവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ബോംബിംഗ് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നടന്നതെന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഇതിന്റെ അന്വേഷണത്തെ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് പിന്നീട് കാണാം. മീഥേൻ വളരെ അപകടകാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിവിടെയുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതുപോലെയുള്ള മീഥേനാണ് ഇന്നലെ പൊട്ടിത്തെറിച്ചത്. അത് കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ ഇതാണ് അതിന്റെ ഇത് സത്യം. കള്ളക്കഥയോ സത്യമാണോ എന്നറിയില്ല. നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് പോകാം. ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് എടുക്കുന്നതാണ് ഇന്നലെ നടന്നത്. അതിലേക്ക് ഒരുപാട് പേരെ റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞു. വലിയ സ്റ്റേജ് എല്ലാം കെട്ടി അവിടെ ഒരുപാട് ജനക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ധീരരായ യുവാക്കളായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത്. ഹലോ, സുഖാണോ? ഗുഡ് മോർണിംഗ് മുത്തശ്ശ. നീ എന്താ സ്പെഷ്യൽ ഏജന്റ് ആണോ? അതെ, ഞാൻ അണ്ടർ ഡീപ്പ് കവറാണ്. എമർജൻസി എന്ന് വെച്ചാൽ മാത്രമേ കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ സീക്രട്ടായി ചെയ്തേക്കും. പിന്നെന്തിനാ നിന്റെ സ്കിൻ രക്ഷിക്കാൻ വേണ്ടി നീ ഇന്നലെ അങ്ങനെ കാണിച്ചത്? സത്യം പറ. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതെന്റെ നാച്ചുറൽ ചാമല്ല. ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
സ്പെഷ്യൽ ഏജന്റ് ആണെങ്കിൽ നീ അങ്ങനെ ചെയ്യില്ല. അവിടെ ഉള്ളവർ എങ്ങനെയാണെന്ന് അറിയാമോ? അവരെങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കെന്താ? അവിടെ ഉണ്ടെന്നൊരു പെൺകുട്ടി അടിപൊളിയായിരുന്നു. ഫേസ് വളരെ ക്ലീൻ ആയിരുന്നു. ആ ഹെയർ കട്ടും അടിപൊളിയായിരുന്നു. ആദ്യം നിന്റെ മുഖം കണ്ണാടി നോക്ക്. ഒരു പെണ്ണ് അവളെ ശരിക്കും നോക്കുവാണെങ്കിൽ അതിനെന്താ അർത്ഥം? അവള് ഒരുപാട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കണം, ഒരുപാട് ചെലവാക്കണം. പക്ഷെ മറ്റുള്ളവരെ പോലെ അല്ല. അവള് എമോഷണൽ ആണല്ലേ? ഇത് സുരാലെ അബ്ഗോഗ്ലിംഗ്. ഇതൊരു വല്ലാത്തൊരു ക്യാരക്ടറാ. ഇതെന്റെ മുത്തശ്ശനാ ഉണ്ടാക്കുന്നേ. അച്ഛാ, അച്ഛാ, എനിക്കറിയാം എന്നെ അനാഥമാക്കിയിട്ട് ഒരിക്കലും അച്ഛന് പോകാൻ പറ്റെന്ന്. അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ വീടിരിക്കുന്ന സ്ഥലമാണോ? ഇപ്പൊ മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ അച്ഛനെ തിരക്കി വീണ്ടും വരും അച്ഛാ. അച്ഛൻ എന്താണോ പ്രതീക്ഷിച്ചത് അതെടുക്കാൻ ഞാൻ പോകില്ല അച്ഛാ. ഞാൻ പറഞ്ഞത് കേൾക്കൂ. ഇത് കണ്ടോ? ഇതെങ്ങനെയുണ്ട്? നിങ്ങളും ഗുൽനാരിയും ഒരുമിച്ചാണോ, അല്ലെങ്കിൽ ജസ്റ്റ് വർക്ക് മാത്രമാണോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. ഈ മുത്തശ്ശനാ ഞങ്ങൾ വളർത്തി. പിന്നൊരു കാര്യം മറക്കണ്ട, അവളുടെ ദേഹത്തെ കൈ എങ്ങനെ വെച്ചാൽ തീർത്ത് കളയും ഞാൻ. ഡ്രസ് മാറ്റിയോ? നിന്റെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം ഇവിടെ നിന്ന് പോ. ദേവി, ഇത് നീ ഇങ്ങനെയും സംസാരിക്കാതെ. അവന്റെ കാര്യം വളരെ കഷ്ടത്തിലാ. എത്രയും പെട്ടെന്ന് പോലീസിനടുത്ത് പറഞ്ഞ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ശരി, പോലീസിനടുത്ത് പോകാം. ഞാൻ ആരാണെന്ന് അവർ നിങ്ങൾക്ക് പറയും. എങ്ങനെയും ആ മാപ്പിന്റെ പകുതി നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ? അതെന്റെ ഓഫീസിലുണ്ട്. ആ മാപ്പ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? പിന്നെ ആ ദിനാറയിലുള്ള വയസ്സായ ആളാരാ? അദ്ദേഹം ഒരു വയസ്സിനാണ്, അത്ര എനിക്കറിയൂ. ഞാൻ ഇപ്പോഴാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഉപയോഗിച്ച് കണ്ടെത്തണം. എന്തെങ്കിലും എനിക്ക് എന്റെ പഴയ ഫ്രണ്ടിന്റെ കൂടെ ചാറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ മാപ്പിന്റെ പകുതി എവിടെയാണെന്ന് അവനെ കൊണ്ട് കണ്ടെത്താൻ കഴിയും. തീർച്ചയായും പറ്റും. എന്റെ ഓഫീസിന്റെ ഒരു പകുതി മിസ്സായാലും ഒറിജിനൽ എവിടെയാണെന്ന് കണ്ടെത്തി നമുക്ക് തീർച്ചയായും പിടിക്കാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. റിസ്ക് എടുത്തില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഇതാണ് 4ാമത്തെ കണ്ണ്. ഇത് വളരെ വിചിത്രമായിട്ടുണ്ട്. നോക്ക്. ശരിക്കും പറഞ്ഞാൽ 7 ഹവർ ടവറിലാണ് അവർ ജീവിച്ചത്. അതിൽ 3 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഡ്രാഗൺ ആണ് അവരുടെ ശരിക്കുള്ള വഴികാട്ടി. നമ്മൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. ശരിയായ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ വിചാരിക്കാത്ത അളവിൽ നിധികൾ ലഭിക്കും. പല നൂറ്റാണ്ടുകളിലായി അതവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതെനിക്ക് കറക്റ്റായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് പഴയ കാലത്തെ ലിപിയാണെന്ന് തോന്നുന്നു. എന്നാൽ ഗുൽനാരയുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തന്നെ. അവര് ആർക്കോളജിസ്റ്റ് ആയിരുന്നു. ആ 4ാമത്തെ കണ്ണ് 7th ടവറിലാണ് ഉള്ളത്. 7 ഹവർ ടവർ എന്നാണ് അതിന്റെ പേര്. ടവർ അതാ സോയാമിക്ക് ടവർ ആണത്. ഗിരിൽ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, എങ്ങോട്ട് പോകരുത്. ഞാൻ ഇപ്പൊ വന്നേക്കാവേ. എനിക്ക് ഹെഡ്ക്വാർട്ടേഴ്സിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പെണ്ണുങ്ങളോട് നീ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ ടവർ. സോയമല്ലേ? സോയാമിക്ക ടവർ. ഈ നഗരത്തിന്റെ റാണി അവളാണ്. ഓ, അങ്ങനെയാണോ? ഇത് കെട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലോ. ഇപ്പൊ അതാണ് ചിന്തിക്കുന്നത്. നമുക്ക് വന്ന ജോലി നോക്കാം. ഇത് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടവർ. പിസയിലുള്ള വലിയ ടവറുകളിൽ ഒന്നാണ് ഇതും. ഇത് നിർമ്മിക്കാൻ വേണ്ടി കുറെ പേര് ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അല്ല, പിന്നെ ഇതിന് പകരം ഒരു മരം വളർക്കായിരുന്നു. ഈ ടവറിൽ 7 ബ്ലോക്കുകളാണ് ഉള്ളത്. ആ 7ാമത്തതിൽ 8ാമത്തെ വിൻഡോ അതാണ് പ്രധാനപ്പെട്ടത്. അതേപോലെ 4th ഫ്ലോറിലെ 7th വിൻഡോയും പ്രധാനപ്പെട്ടതാണ്. ഇത് ഓർമ്മയിൽ വെക്കണം. ഇത് കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ? എന്നെ ഫോളോ ചെയ്തു വരും കൂട്ടുകാരെ. അകത്ത് പോകാനുള്ള വഴി ഞാൻ കണ്ടെത്താം. നിക്ക്, നീ ഇതെങ്ങോട്ടാ പോകുന്നത്? നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. എനിക്ക് ഇവിടുത്തെ എല്ലാ മുക്കും മൂലയും അറിയാം.
ശരി, ഇതിൽ നാലാമത്തത് ഏതാണ്? ശരി, ഇതിൽ എവിടുന്ന കൗണ്ട് ചെയ്യാ? ഇതാണ് നോർത്ത്. 1 2 3. ഇതാണ് 4. സോറി. ഇതിലെന്തോ പെയിന്റ് ചെയ്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. നിനക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് തരണമെന്നാണോ പറയുന്നത്? സോയാമിക്ക ടവർ ഖസാനയുടെ സിംബലാണ്. നീ ഒരു നല്ല സിറ്റിസൺ ആണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. പിന്നെ അവിടെയുള്ള ടവറില്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വളരെ നന്ദി. ഓക്കെ, അവിടെ മോസ്കോയിൽ നിന്നുള്ള ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ശരി, നിന്റെ ഫസ്റ്റ് ഡേറ്റിൽ നീ കിസ് പോലും ചെയ്തിട്ടില്ലേ? ഇതെല്ലാം നിനക്ക് അറിഞ്ഞിട്ട് എന്തിനാ? ഓക്കെ, ക്രിമിനൽ മിസ്റ്ററിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നീ എന്താ ചെയ്യുന്നേ? മിസ്റ്ററീസോ? ഞാനിത് വെറുതെ ട്രൈ. ഹലോ, ഞാനാണ്. ഞാൻ താഴെ തന്നെ ഉണ്ട്. ആ പറയേ. എനിക്ക് ഗുൽദാരയോട് സംസാരിക്കണമെന്ന് പെട്ടെന്ന് ഫോൺ കൊടു. അപ്പൊ നീ എന്റെ കൂടെ ട്വിറ്ററിൽ സംസാരിക്കും. ഫോൺ കൊടുത്തേ. ഇതാ നിനക്കാണ് കോൾ. ഗുൽദാര കേൾക്കുന്നുണ്ടോ? അവളിവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ഒരാളുണ്ട്, മുകളിലോട്ട് വന്നോണ്ടിരിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കണേ. നോക്ക്, ഇവിടെ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് ഭയങ്കര അപകടം നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ അത്ര എളുപ്പത്തിലൊന്നും പോകാൻ പറ്റില്ല. പേടിക്കാതെ പോവാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നെത്താം. കന്യകയായ ഒരു പെണ്ണിവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവൾ റാണിയായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നിങ്ങളോട് മാത്രമായിട്ട് പറയാം. തമാശ കണ്ടാൽ മതി. പിന്നെ നമുക്കിവിടെ നിർത്തുന്നത് നല്ലത്. പിന്നെ സ്വയംബിക നമുക്കിവിടെ നേരിൽ കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഒന്ന് പറയുന്നത് കേൾക്ക്. സോ ബ്യൂട്ടി. എനിക്കതറിയാം. എല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നത്. ഇവനിതൊരു വെറും ടവറായിട്ട് പണിതല്ല, ഒരുപാട് ആഗ്രഹത്തോടെ കെട്ടിപ്പടുത്തതാ. ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അത് ആരും അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല. ഇത് കണ്ടോ, ഇത് ഗസാന്റെ സ്റ്റെപ്പ് ഫാദറാണ്. പിന്നെ നമ്മളിപ്പോ 7ാം നിലയിലുള്ളത്. മാത്രമല്ല ഇതാണ് സോയാംബികയുടെ 7ാമത്തെ നില. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലൊരു ശില്പിയുടെ സൃഷ്ടി. ഇവിടെ നോക്കിയാ ഈ ഏരിയ മൊത്തം കാണാം. അല്ല, നിങ്ങളുടെ കൂടെ 2 ജേർണലിസ്റ്റുകൾ ഉണ്ടായില്ലേ, അവരെവിടെ? ഇവിടെ എന്തോ ജോലിയെന്ന് പറഞ്ഞിട്ട്? അവരെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. അതൊക്കെ ശരി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഭാര്യ നിങ്ങളോടൊപ്പം തന്നെയാണോ? അല്ലല്ല, കൂടെയുണ്ട്. കുറച്ചു നാളായിട്ട് കൂടെയുണ്ട്. എന്താ ഇവിടുന്ന് ഒരു ചെറിയ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. യാത്രയോ? അതും 3 പേര് ചേർന്നൊരു ടൂർ. നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്തേക്കും. എല്ലാറ്റിന്റെ ഫോട്ടോ എടുത്തേക്ക്. എല്ലാം എടുത്തു കഴിഞ്ഞു. എന്നാ പോവാ. പോയി. ശരി, നീ ആദ്യം പോ. സൂക്ഷിക്കണം. മെല്ലെ. ഒരിക്കൽ കൂടി പോയാലോ കുതിരയുടെ പുറത്ത്? യാത്ര പോയ പോലെ ഉണ്ടായിരുന്നു. അല്ല, അതെന്താ? എന്തിനാടി അടിച്ചേ? ഇത് ആരുമാണ്? എങ്ങനെ പോകേണ്ടെന്നുള്ള ചിഹ്നമാണ്. പക്ഷെ ഈ ആരും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയില്ല. ആ ഡ്രാഗൺസ് മാർക്കിലേക്ക് പോകുന്ന വഴിയാണോ? ആ തടാകത്തിന്റെ അടുത്താണെന്ന് തോന്നുന്നു. ഇന്നത്തെ ന്യൂസിലെ മുഴുവൻ നിങ്ങളായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇന്ന് നിങ്ങൾ ലോകത്തിലെ വേൾഡ് ഫേമസ് ആയിരിക്കുമായിരുന്നു. എനിക്കറിയാം. ഒന്ന് മിസ്സായിരുന്നു, അവര് നമ്മളെ കൊന്നു കളഞ്ഞെന്നെ. ഹലോ, 1000 രൂപയുടെ പെട്രോൾ അടിക്കണം. ഏകദേശം ആ ടവറിന്റെ അടുത്ത് ഒരു 3 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ആ എയറോ അങ്ങനെയാണ് കാണിച്ചത്. ഹർഷൻസ് വെച്ചാണ് അവര് മെഷർ ചെയ്തേക്കുന്നത്, കിലോമീറ്റേഴ്സ് വെച്ചല്ല. വെറുതെ ടെസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ.
കറക്റ്റായി ഒരു അർഷി എന്ന് വെച്ചാൽ അത് 72 സെന്റിമീറ്റർ ഈക്വൽ. അടിപൊളി. അങ്ങനെയാണെങ്കിൽ 3000 അർഷൻസ് എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ, പിന്നെ 120 മീറ്റേഴ്സ്. കറക്റ്റ് ആയിരിക്കുന്നു. പക്ഷേ ഇപ്പൊ സ്ഥലത്ത് എന്താ ഉള്ളത്? അതിന്റെ തൊട്ടടുത്ത് കമല തിയേറ്റർ ഉണ്ട്. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നു. ഈ വിശപ്പുമായിട്ട് നമ്മൾ എങ്ങനെ കറങ്ങും? ഇവിടെ നോക്ക്, ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. 80s കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഈ തിയേറ്റർ ഉണ്ടാക്കിയത്. ആ ഏൻഷ്യന്റ് ടെക്സ്റ്റ് എല്ലാം അവര് കണ്ടുപിടിച്ചതാണ്. ദേ നോക്ക്, അത് ഏൻഷ്യന്റ് ബുൾഗറാണ്. ആ ടെക്സ്റ്റ് എല്ലാം കരിങ്കല്ലിൽ എഴുതിയിട്ടുണ്ട്. വാളിന്റെ സെൻട്രലിലുമുണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കണം. അത് വളരെ ബുദ്ധിമുട്ടി വായിക്കണം. അതാണ് ആ നിധിയുള്ള സ്ഥലമെന്ന് തോന്നുന്നു. എക്സാക്ട് ആ തിയേറ്റർ ബേസ്മെന്റിന്റെ അടുത്താണ്. അവിടെ എത്തിയാൽ നമ്മുടെ ജോലി പകുതി തീരും. മനസ്സിലായോ? ആ കമൽ തിയേറ്റർ ആണ്. ലേഔട്ട് ബേസ്മെന്റ്. ആ 3 പെണ്ണുങ്ങൾക്ക് ഞാൻ ഷാമ്പയിൻ കൊടുത്തു പറഞ്ഞു കൊടുത്തേക്ക്. നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഷാമ്പയിൻ 5000 ആണ് സർ. സാരല്ലേ, ഇരിക്കട്ടെ, കൊടുത്തേക്കുന്നേ. ആ ഏൻഷ്യന്റ് വാള് ആ തിയേറ്ററിന്റെ ബേസ്മെന്റിലാണ് ഉള്ളത്. നമ്മൾ ആ സ്ഥലത്തേക്ക് പോകണം. അതാണ് ഇപ്പോൾ പ്രധാനം. പോകാലോ, ഞാനും വെയിറ്റിംഗ്. ഗുൽനാര, ഗുൽനാര, അവിടെ നില്ല്. ഗുൽനാര, ഗുൽനാര. ഞാൻ പോവാ. ഗുഡ് ബൈ. ഗുൽനാര, ഗുൽനാര നില്ല്. സ്പെഷ്യൽ ഏജന്റുകളെല്ലാം എപ്പോഴും പെണ്ണുങ്ങളുടെ കൂടെ. ജെയിംസ് ബോണ്ട് ആണോ? സെൽഫിഷ് വുമണൈസർ. ഓക്കെ, സമാധാനിക്ക്. നീ എന്താ ടെൻഷൻ ആവുന്നേ? ഇത് ജസ്റ്റ് വെറും കവറാണ്. ക്രൗഡിന്റെ കൂടെ ബ്ലെൻഡ് ആകാൻ വേണ്ടി ചെയ്തതാ. എനിക്ക് നിങ്ങളെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രോ, അതിനൊക്കെ ടെക്നിക്കലായി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടാവണം. നീ അവനെ പോലെ ആകണമെന്ന് വിചാരിക്കില്ലേ? കൊന്നുകളയും ഞാൻ നിന്നെ. നീ എന്തിനാ എല്ലാത്തിനും ടെൻഷൻ ആവുന്നേ? ചെക്കന്മാരുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുന്നേ. ശരി, ഞാൻ ആ തിയേറ്ററിലേക്ക് കൂട്ടിട്ട് പോകാം. ടിക്കറ്റ്സും എടുക്കാം. ബ്രോ, നീ പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നേ. ധൈര്യമായിട്ടിരിക്കണം. ഇതൊരു അഡൾട്ട് പ്ലേ ആണ്. നിന്റെ വയസ്സെന്താ? 47. 48 ആയതിനു ശേഷം കൃത്യമായി ചെയ്തേക്കാം. നീ ഒന്നിനും വിഷമിക്കണ്ടെന്നേ. നീ അതുവരെ കിഡാണ്. പോകാം. വിട്ടോ. നിക്ക്. ഞാൻ കയറില്ല. നിക്ക്. അത് കൊള്ളാം. അതിന് പോവാം. Победа на Дакаре еще раз доказала, что КамАЗы – самые выносливые грузовики мира. Радио Рашиялин Камон. നമുക്ക് ആ സ്നാക്ക് ബാറിലേക്ക് പോകാം. എന്റെ വക ട്രീറ്റ് ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യ്. നിങ്ങളോ? നിങ്ങൾ ജീവനോടെ ഉണ്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഗുൽനാരെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഇതാണ് അവസാനത്തെ ബില്ല്. ഇപ്പോഴും പോയില്ലെങ്കിൽ പ്ലേ മിസ് ചെയ്തു. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. അവിടെ എന്താ കയ്യിലുള്ളത്? എങ്ങനെയുണ്ട്? മാസല്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യണം. നമ്മളെങ്ങനെ മീറ്റ് ചെയ്തെന്ന് ഓർമ്മയില്ലേ? നേരായ പാതയിലല്ലെങ്കിൽ എപ്പോഴും പ്രശ്നം തന്നെയാ. അല്ല, എന്താ എന്ത്? ആദ്യം എന്തിനാണെന്ന് പറയേ. അവര് താഴേക്കാ പോകുന്നത്. താഴേക്ക് വേണം പോകാൻ. അതെ, താഴേക്ക് പോണം. ബേസ്മെന്റിലേക്ക് പോണം. റൊമാന്റിക് ആയിരിക്കും. നീ ഒന്ന് മിണ്ടാതിരിക്ക്, വേഗം പോ. അവരുടെ കയ്യിൽ എന്തോ പ്ലാൻ ഉണ്ട്. വേഗം അവരെ പിടിക്കണം. നിങ്ങൾ എന്തേ കാണുന്നത്? ലേഔട്ട് പ്രകാരം ഇവിടെ എവിടെയാണോ ഉള്ളത്? എന്താണ് തരുന്നത്? ഒരു വാതില്, അത് അവിടെ ഉണ്ട്. ഓപ്പൺ ചെയ്യ്. സീരിയസ് ആയിട്ട്? അത് ഓപ്പൺ ചെയ്യേ. ശരി, തുറന്നേക്കാം. പോകാം, വാ. ഞാൻ ആദ്യം പോകാം. ഓക്കെ അല്ലേ?
അപകടം വല്ലതുമുണ്ടെങ്കിലോ? ആ വഴിയാണ്. ആ ചുമര് ഇതാണ്, നോക്ക്. അങ്ങനെ കണ്ടുപിടിച്ചു. ആ കരിങ്കല്ലിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെയാണ്, സെന്ററിൽ. ഇവിടെ ഈ ഭാഗത്തെ ആ സൈൻ ഉണ്ടാകും. അവരെന്തോ കാരണമായാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെന്തോ അന്വേഷിച്ചാ വന്നത്. വേഗം പോയി പിടിക്കവിടെ. ഓക്കേ, ദാ ഇവിടെയുണ്ട്. വേഗം ഈ കല്ല് റിമൂവ് ചെയ്യ്. എന്നെ കൊണ്ട് കഴിയില്ല, ഇത് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ആണ്. നീ ഇത് പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ അവര് വരും. മനസ്സിലായോ? ശരി, ഇത് പിടിച്ചേ. ഒരു മിനിറ്റ്. ഇത് ലൂസായിട്ടാ ഉള്ളത്. എന്റെ ഷൂസ് മുഴുവനും വൃത്തികേടായി. അങ്ങനെ തന്നെ നല്ലോണം ട്രൈ ചെയ്യ്. വേഗം ചെയ്യ്. സൂക്ഷിക്കണോ അല്ലെങ്കിൽ വലിക്കണോ? എന്തെങ്കിലും ഒന്ന് പറയേ. ഇതെവിടെയോ കണ്ട പോലെയുണ്ടല്ലോ. ഇത് ഏൻഷ്യന്റ് ബൾഗർ. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതൊരു കീ ഹോൾ പോലെയുണ്ടല്ലോ. ട്രഷർ എവിടെയായിരിക്കും? ഈ കരിങ്കല്ലിന്റെ പുറകിൽ ഒരു കീ ഹോൾ ഉണ്ട്, അതാണ് എൻട്രൻസ്. വളരെ നന്ദിയുണ്ട്, അടിപൊളിയായിരുന്നു. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ സ്വയാംബിക്കയുടെ ഹസ്ബൻഡിന്റെ രഹസ്യം അറിയായിരിക്കുമോ? അത് ശരിയാണെന്ന് അറിയില്ല. നമുക്ക് ആ കീ യൂസ് ചെയ്യാം. ആ ബ്ലേഡ് ഓഫ് സ്റ്റീലാണ് ആവശ്യം. ബ്ലേഡ് ഓഫ് സ്റ്റീലോ എന്ന് വെച്ചാ എന്താ? അത് സ്വാഡ് വലുതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് നിക്ക്. ഓഫ് കോഴ്സ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആ വോൾ ആണ് പ്രധാനപ്പെട്ടത്. അതാണ് ശരിക്കും കീ. നീ ഒരു മിടുക്കനാണ്. ഗേൾസ് വേഗം വാ. എന്റെ കോസ്റ്റ്യൂം എവിടെയാ? അത് കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാം സാർ. ലോ 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 ഓഹോ ഓഹോ ഓഹോ. അവന്മാര് കണ്ടോ? ഇതാ വരാ, വേഗം ഓടെ. നമുക്കിവിടെ തന്നെ ഇരിക്കാം. ഇത് സ്റ്റോർ റൂം ആണെന്നാ തോന്നുന്നേ. അവര് പോയതിനു ശേഷം പോകാം. ഓക്കേ. ഹലോ ഹലോ, പോയേക്കാം പോയേക്കാം. വാ വേഗം വാ. പുറകോട്ട് പോ. ആ ഭാഗത്ത് പോയാൽ ശത്രുക്കളുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഓടണോ അല്ലെങ്കിൽ ഓടിയണോ? അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ? അവിടെയും ആളുണ്ടല്ലോ. എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഗ്രേസ്. നമ്മൾ പെട്ടുപോയി. എന്ത് രസമല്ലേ? അതിശയായിരിക്കുന്നല്ലോ. നൊഹയാക്രമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ സ്വയാംബികന്ത് ഇയാളുടെ കൂടെ. മതി, നിർത്ത്. ഞാൻ ഈ മാസ്കോവിന്റെ രാജകുമാരനാണ്, റിസാദ്. കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ? നമ്മൾ അന്ന് കണ്ടതിനെക്കാട്ടിലുണ്ട്. നമ്മളിപ്പോ തിയേറ്ററിലാ. ഈ ഭാഗത്തേക്ക് വാ, എന്നെ മുറുക്കി പിടിച്ചോ. നിങ്ങൾ എല്ലാവരെയും വിട്ട് എനിക്ക് പോയേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല. അവര് പറന്നുപോയി. പെട്ടെന്ന് എഴുന്നേറ്റ് നമുക്ക് പോകാം. വേഗം പോ. വളരെ നല്ലതായിരുന്നല്ലേ? പെട്ടെന്ന് പോകാം.
കൈ താ, പെട്ടെന്ന്. വേഗം വാ, come on. എന്നെ ഫോളോ ചെയ്തു വാ, ഇപ്പൊ പറയാൻ സമയമില്ല. അവര് മേലേക്ക് പോയിരിക്കുക. പേടിക്കുന്നു വേണ്ട, ഞാനുണ്ട്. ഹേ ഗൈസ് നിക്കവിടെ പോകല്ലേ. ഗുൽനാരെ നിക്ക് നിക്ക്. നീ എവിടേക്ക് പോകുന്നേ? അവിടെ പ്രശ്നമുണ്ട്. ഒരു കാര്യമില്ല, വേഗം വാ. ഗുൽനാരെ പോകല്ലേ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഹേ ഗൈസ് നിക്കവിടെ, ഞങ്ങൾ വന്നോണ്ടേയിരിക്കുക. ശരി, റൂഫിൽ പോയേക്കാം, വാ. ഓ മൈ ഗോഡ്, അമ്മേ, അച്ഛാ. നമുക്ക് ട്രാലി പോകാം. അപ്പൊ ഞാൻ പോവാ. നിനക്ക് ഓക്കെ നീ ഇത് ഫ്രീ ആയിട്ട് വെച്ചോ. പെട്ടെന്ന് വാ, നമുക്കൊന്ന് പോയേക്കാം. ആദ്യം താക്കോലിന്റെ കൈ താ. എന്താ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? മാറിയിരിക്കേ. നിനക്ക് വഴി അറിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്യാം. അല്ല, ഈ കാറ് മാനുവൽ അല്ലേ? ഓക്കെ ഓക്കെ, ഇപ്പൊ എങ്ങോട്ടാണ് പോകേണ്ടത്? വീട്ടിലേക്കല്ലേ? പക്ഷെ ശരിക്കും ആ പ്ലേ അടിപൊളിയായിരുന്നു അല്ലേ? അതെ. നീ ശരിക്കും പേടിച്ചു അല്ലേ? അതെ, ശരിക്കും പേടിച്ചു പോയി. മരിച്ചു പോകുന്നു. എന്നെ നീ വിശ്വസിക്കായിരുന്നില്ലേ? പേടിച്ചാകെ വരച്ചു പോയാലോ? നിനക്ക് എന്തൊരു പേടിയാ. ഇവിടെ വന്നോണ്ട് സാധനം കാണിക്കാം, വാ. ഇപ്പോഴും എനിക്ക് എല്ലാ കാര്യത്തിനും അർത്ഥം മനസ്സിലായത്. നീ എന്റെ മുത്തച്ഛന്റെ അല്ലേ? ഇല്ല, ഇതൊരു പഴയ ഷിപ്പാണ്. ഇപ്പോഴിത് വേസ്റ്റ് ആണ്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോ ഞാൻ ഇവിടെ വരും. ശരി, നോക്കിപ്പോ, താഴെ വീണേക്കരുത്. എത്ര നാളായിന്നറിയോ ഇവിടെ വന്നിട്ട്? എന്ത് രസമാണെന്ന് അറിയാമോ ഇപ്പോ? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ കൂടെ കൂടെ ഇവിടെ വരും. കൂട്ടുകാരുടെ കൂടെ മരത്തിൽ കയറാൻ. താഴെ വീണ് മുട്ടുകാലിനൊക്കെ പരിക്കേൽക്കും. ഭയങ്കര വേദനയായിരിക്കും. ആ സമയത്ത് അമ്മ എനിക്കൊരു പാട്ട് പാടിത്തരും. അപ്പോൾ ആ വേദനയൊക്കെ ഞാൻ മറക്കും. ഇപ്പൊ നിന്റെ അമ്മ എന്താ ചെയ്യുന്നേ? എന്റെ അമ്മ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുൻപ് അവരെ രണ്ടുപേരെയും കാണാതായി. ഇപ്പൊ എന്റെ മുത്തച്ഛനാണ് എന്നെ നോക്കുന്നത്. ഗിരിൽ, ഞാൻ വേണമെങ്കിൽ സഹായിക്കട്ടെ? നിന്നെ ഞാൻ പേടിച്ചു പോയി, അറിയാമോ? ശരി, പേടിക്കണമെന്നേ. നീ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. നിനക്കൊരു കാര്യം അറിയോ? 30 ഭാഷയില് നത്തിങ് എന്ന് പറയും. കഷ്ടപ്പെട്ട് പഠിച്ചതാ. ആക്ച്വലി ഇതും ഒരു ടാലന്റ് അല്ലേ? ഹേ, ഒന്ന് നിക്ക്. എന്നോട് നീ ക്ഷമിക്ക്. നീ ഒരു പേടിത്തൊണ്ടനല്ല. അതുമാത്രമല്ല, നീ സെൽഫിഷുമല്ല. നീ വളരെ നല്ലവനാണ്. നീ എന്നോട് ക്ഷമിക്ക്. ഇത് ഞാൻ 2 സ്കൂളിൽ പഠിക്കുമ്പോൾ നിക്നെയിം ആയിരുന്നു. ഹേ നിക്ക്, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയേ. ആ തടാകത്തിൽ ശരിക്കും ട്രഷർ ഒന്നുമില്ല. അവിടെ ഗോൾഡും ഇല്ല. ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണ്. ആ വെള്ളത്തില് ഗോൾഡ് നെക്ലസ് ഒരാൾ കളഞ്ഞതാണ്.
അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡ് നെക്ലസ് ഒരു 20 കിലോ ഉണ്ടാകുമോ? പറയേ. അതൊരു സാധാരണ ചെയിനാണ്, അത്ര വലുതൊന്നുമല്ല. ഈ ലോകത്തിലുള്ള എല്ലാ മിത്തോളജിയും അതാണ് റെഫർ ചെയ്യുന്നേ. വാട്ടറാണ് പ്രധാനപ്പെട്ടത്. ഈ ലോകത്തിന്റെ രക്തമാണത്. എന്റെ അച്ഛന്റെ തീസിസിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, എവിഡൻസും ഉണ്ട്. ഇത് ജോക്കല്ലേ? അല്ല, എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. നീ ആ ട്രഷർ കുറെ പേർക്ക് ഉപകാരപ്പെടുമെന്ന് വരെ പറഞ്ഞു. അതെ, എല്ലാവരുടെ നല്ലതിനും വേണ്ടിയല്ലേ, മറ്റവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് മാത്രമല്ല. എങ്ങനെയായാലും ആരെങ്കിലും ഒരാളെ അത് മോഷിച്ചു കൊണ്ട് പോകും. പക്ഷെ നീ ഒന്നും തന്നെ ഇല്ലെന്നല്ലേ പറയുന്നേ. എന്റെ അച്ഛനും അമ്മയും ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കഥ. ഞാൻ പറഞ്ഞത് കേക്ക്. നീ ഈ കഥ ഗവൺമെന്റിനോട് പറഞ്ഞാലേ നിനക്ക് അവാർഡും പെൻഷനും കിട്ടും. നിന്റെ മുത്തശ്ശനും കൂടിയാണ്. നിനക്കതിന് സമ്മതമാണോ? ഒരു കാലഘട്ടത്തിൽ അവിടെ നിധി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് എവിടെ പോയി, ആരാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. നീ വിഷമിക്കണ്ട, എല്ലാവർക്കും ഈ ബ്ലഡ് ഉപകാരപ്പെടും. ഞാനും നിന്നെ പോലെ കുറെ പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവനും രക്ഷിച്ചിട്ടുണ്ട്. നിനക്ക് റാങ്കും ലഭിക്കും. എന്ത് റാങ്ക് കിട്ടാനാ? എന്നെ മെറൈൻ ഫോഴ്സിൽ ചേർത്തിരിക്കുകയാണ്. നിനക്കെല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈഫിലെ കാശ് മാത്രമല്ല പ്രധാനം. ഓക്കെ, ഇനി നുണ പറയാൻ പോകുന്നില്ല. ഞാൻ നിന്നോട് സത്യം പറയാം. ഞാനൊരു സ്പെഷ്യൽ ഏജന്റ് ഒന്നുമല്ല. ഞാനൊരു മ്യൂസീഷ്യനാണ്. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. നീ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് കരുതുന്നു. ഇനി എന്റെ സഹായം നിനക്ക് ആവശ്യമില്ലല്ലോ. നീ പോയിക്കോളൂ. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഗോൾ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനും വരുന്നുണ്ട്. ഓ, ഇത് വേറെ. ഞാൻ പറയുന്നത് കേൾക്ക്, എന്നെ നോക്കിയേ. നീ പറഞ്ഞത് ശരിയാണ്. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ, മാജിക് വാട്ടർ എന്ന് പറയില്ലേ? ഒരിക്കലും ഞാൻ ഒന്നിനും എതിരല്ല. അമ്മ, അച്ഛനെവിടെ? നിന്റെ അച്ഛൻ പറന്നുപോയി. അയാളൊരു ഏലിയനാ, മനസ്സിലായോ? ഇപ്പൊ അയാള് വേറെ പ്ലാനറ്റിലാ. ആ പ്ലാനറ്റിൽ പോയി അച്ഛനെ കാണാം. നമുക്ക് പോകാൻ പറ്റില്ല. നീ വലുതാകുമ്പോ വേണമെങ്കിൽ പോയി കണ്ടോ. അയാൾ എവിടെയാണെങ്കിലും പോയി കണ്ടോ. ഇപ്പൊ നീ കഴിക്കാൻ വരുന്നോ? വാ, വേഗം വന്ന് കഴിക്ക്. ഇപ്പൊ ഭക്ഷണാ പ്രധാനം. ഇങ്ങോട്ടേക്ക് വാ. ആ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന കീയും വോളും നമ്മൾ ഏകദേശം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ കാര്യം അവർക്കറിയാൻ ചിലപ്പോ സാധ്യത കാണില്ലേ? ഇതിലുള്ള എക്കണോമി റേറ്റ്സ് കണ്ടില്ലേ? ഞാനത് കറക്റ്റായി ഗസ് ചെയ്യണം. ഇതോ ഇവിടെയുണ്ട്, കണ്ടോ? ഇത് ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. നമുക്ക് മ്യൂസിയത്തിലോട്ട് പോവാം, എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് പറയാം. അപ്പൊ ആ കത്തി നമുക്ക് കിട്ടും. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇതൊരു നാഷണൽ ട്രഷറാണ്. അത്രയും എളുപ്പത്തിൽ അകത്ത് പോയി എടുക്കാൻ കഴിയില്ല. നീ ഭയങ്കര ബുദ്ധിമാനല്ല. അപ്പൊ നീ ഒരു ഐഡിയ പറ, എന്നിട്ട് പോയി എടുത്തിട്ട് വരാം. ഒന്ന് പറഞ്ഞതാടോ. ആ പഴയ കത്തിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട്. എന്റെ വെഡിൻ്റെക്ക് കിട്ടുന്ന തോന്നുന്നത്. റൂസ്ഡം, ആ നാഷണൽ മ്യൂസിയത്തില് ജോലിക്ക് വേണ്ടി ഒരാളെ വേണമെന്ന്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ ഞാനുണ്ട് നിന്റെ കൂടെ. ഓപ്പറേഷൻ കൊളാക്കല്ലേ? നിന്റെ ചാരപ്പണിയൊക്കെ ശരിയാണ്, പക്ഷെ നിന്റെ എമോഷണൽ കുറച്ച് കൺട്രോൾ ചെയ്യേ. പിന്നെ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും അവളും തമ്മിൽ ഒന്നുമില്ല. പോകാം ഡിയർ. കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
മോഷ്ടിക്കുമെന്നാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. പതുക്കെ നടന്നു വരൂ. ആ വീണ്ടും ഒരു കല്യാണം നടക്കാൻ പോകാൻ തോന്നുന്നു. ഒന്ന് ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ. ആ ആ ആ ആ സൂപ്പർ. എന്റെ ദൈവമേ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഇത് നോക്കും മുത്തശ്ശ, ഇതൊന്നും നിങ്ങൾ അറിയാതെ എങ്ങനെ സംഭവിക്കും? ഇത് ഡയറ്റ് ആണ് ഇടണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. അയ്യോ ശരി ശരി, വേഗം ചെല്ല്. പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളൂ. നിങ്ങൾ അവരെ സഹായിക്കും. ശരി ശരി, വേഗം ചെല്ല്. പെട്ടെന്നാവട്ടെ. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിൽ പ്രയോജനമില്ല. മാപ്പ ചെയറിലുള്ളതെന്ന് ഈ മുത്തച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എണീക്കും. എന്റെ പ്രിയപ്പെട്ട കസേര നശിപ്പിച്ചോ നീ? ഒന്നും തൊട്ടുപോരുത്. ഇവിടുന്ന് ഇറങ്ങിപ്പോ. എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? പോയി ചാവട. നിന്റെ തെറ്റുകളിൽ നിന്ന് മാത്രമേ നിനക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റൂ. അയ്യോ സ്കേർട്ട്. മുപ്പത് വർഷം കൊണ്ട് ഞാൻ പരിശീലിപ്പിച്ചെടുത്ത ഒരു ഐറ്റമാണ് ഇത്. ഇത് കണ്ടോ? എന്തെങ്കിലും ചെയ്യൂ വേഗം. ആംബുലൻസിന് കോൾ ചെയ്യാൻ നമ്പർ അറിയാമോ? അവൾക്ക് കൃത്രിമശ്വാസം കൊടുക്കണം. ചെക്ക വേഗം കൊടുക്ക്. രക്ഷപ്പെട്ടല്ലേ? ഒന്നുമില്ല. അതൊക്കെ വിട്ടേക്ക്. ഇതാ കണ്ടില്ലേ, എന്റെ വീട് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു നിങ്ങള്. അതൊക്കെ പോടെ. ഇതാ പിന്നെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കണേ. നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം. നിങ്ങൾ എന്റെ വീടൊന്ന് ക്ലീൻ ചെയ്ത് തരണം. ഞാൻ നിങ്ങളെ പിന്നെ ടോർച്ചർ ചെയ്യാൻ വരില്ല. അത് കഴിയുമ്പോൾ നല്ല ചായയും തരാം. എന്തായാലും കുന്തം പോയാലും കുടത്തിനും തപ്പണമാണെന്നല്ലോ പ്രമാണം. അതുകൊണ്ട് ഇവിടെ നോക്കിയേ പറ്റൂ. ഞാൻ വിടില്ല. എന്റെ അച്ഛന്റെ കൈ ചൂണ്ടുന്ന സ്ഥലം ദാ ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരിക്കലും അത് എന്നെ നഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്തായാലും ഒന്നിനു പോയേ പറ്റൂ. കാരണം ഞാനൊരു പകുതി മനുഷ്യനാണല്ലോ. അയ്യോ, ആരോ അപകടത്തിൽപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. വാ. ഞാൻ വന്നു. ഒന്നും പറ്റില്ല.
എന്താ ആംബുലൻസ് അല്ല വന്നേ? മുത്തച്ഛന് എന്താ പ്രശ്നമുണ്ട്? വിളിച്ചിരിക്ക്, അവൾ അകത്തുണ്ട്, അതുകൊണ്ടാ. എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? മുകളിൽ നിന്ന് ഓർഡർ വരാണ്ടോ? അവര് വെറുതെ വിടാൻ പാടില്ല. നീ പെട്ടെന്ന് നിന്റെ ഏജൻസിനെ വിളിക്കേ. അതിൽക്കിടെ ഇപ്പൊ സമയം എത്രയായി? എല്ലാരും ലഞ്ചിന് പോയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ പോലീസിനെങ്കിലും വിളിക്കേ. പോലീസിനോട് പോയി എന്ത് പറയാനാ? എല്ലാം കുളമായിരിക്കും. എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ മുത്തച്ഛനെ രക്ഷിക്കേ. ഇല്ലെങ്കിൽ നീ വിഷമിക്കേണ്ടി വരും. നോക്കിക്കോ. നീ എന്തിനാ എല്ലാത്തിനും ദേഷ്യപ്പെടുന്നേ? ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ വേണ്ട. എനിക്കെന്റെ കുഞ്ഞിനൊന്ന് കിട്ടിയാ മതി. ഇതാ നോക്ക്, എനിക്ക് ആവശ്യമുള്ളതും ഒരു കുതിരയും തന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. നീ എന്തു മരുന്നുകൊണ്ടാ ഷൂട്ട് ചെയ്ത്? അത് സത്യം പറയുന്ന ഒരു മരുന്നാ. ഞാൻ നിനക്ക് നല്ലൊരു ഷോൾ വാങ്ങിത്തരാം. പിന്നെ ഈ ഹൈ ഹീൽസ് ഒന്നും നീ ഇടാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഊരികൾ നല്ലൊരു ചപ്പല് മേടിച്ചിട്. അതാ നിന്റെ കാലിന് നല്ലത്. ഹൈ ഹീൽസ് ഒന്നും ഇടാൻ പാടില്ല അത്ര. കേട്ടില്ലേ? എന്റെ ഫാമിലി നല്ല ട്രഡീഷണൽ ഫാമിലിയാ. എന്നിട്ടും ഞാൻ ഇങ്ങനെ നടക്കൂ. എന്റെ കുടുംബത്തിന് സ്ത്രീധനായിട്ട് നിങ്ങൾ ആ ട്രഷർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കല്യാണം നടത്തിയേക്കും. അതാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷിച്ചുകൊണ്ടാണ് എല്ലാവരും ആ തടാകത്തിന്റെ കരയിൽ അലഞ്ഞോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ അവിടെ ഒരു നിധിയുമില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതെവിടെയാ ഉള്ളത്? അതൊരു ഗുഹയിലാ, അതും തടാകത്തിനടിയില്. അവിടെ വലിയ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അവിടേക്ക് പോകാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. അത് അപകടത്തിലേ അവസാനിക്കൂ. എന്താ ഇത്രയും ബഹളം? പുറത്ത് എന്താ ബഹളം? ഒന്ന് പോയി നോക്കിയേ. കാറിന്റെ അകത്ത് വെപ്പൺസ് വെച്ചിട്ട് പോകുന്നത് പ്രൊഫഷണൽസ് ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോഴും ആ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നീ ഒന്ന് പോയി നോക്ക്. ഇത് നല്ല സമയല്ലേ മുത്തശ്ശ? മെല്ലെ 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 അങ്ങനെ വാ. ചെല്ല് മെല്ലെ ചെല്ല്. അങ്ങനെ ഇരിക്കേ. അനങ്ങി പോരുത്. തല കൈ വയ്ക്ക. മുത്തച്ഛ, ഓ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ആശംസകൾ. ഗുൽനാരെ, മുത്തച്ഛൻ എന്താ ചെയ്തേ? അദ്ദേഹത്തിന്റെ രക്തം ഇപ്പൊ മാറ്റിയേ തീരൂ. അനങ്ങി പോകരുത്. നീ കളിക്കല്ലേ എന്നോട്. ഇതിലേ വാ. അടങ്ങിയിരുന്ന നിനക്ക് കൊള്ളാം. ഇങ്ങോട്ട് വരാൻ. ശരി, പോകാം. ടെൻഷൻ ആവണ്ട. നിങ്ങൾ മുത്തശ്ശനെ കൊണ്ടുപോക്കോ. ഇവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സേഫ്റ്റി വളരെ പ്രധാനമാണ് മോനെ. ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശ, നമുക്ക് പോകാം. മെല്ലെ വയസ്സായാലും നിങ്ങൾക്ക് എന്തൊരു വെയിറ്റ് ആണ്. എടാ, സൂക്ഷിക്കണം. അവരെ പുറത്ത് വിട്ടേക്കരുത്. ഇന്ന് അവർക്ക് നീയാണ് ബോസ്. അവൾ നിന്നെ കണ്ണുകൊണ്ട് തന്നെ മയക്കിയേക്കും. സൂക്ഷിക്കണം. ഹലോ മാഡം, ഇത് വൺ വേ സ്ട്രീറ്റ് ആണ്. കുറച്ച് സ്പീഡിലൊന്ന് പോവാ. വേഗത്തിലാണ് പോകുന്നത്. ഇതെന്താ ഏലിയൻസിന്റെ കാരണോ പറന്നു പോകാൻ? പറയുന്ന കേക്ക്. ആ നിധി സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാ. മനസ്സിലായോ? അത്ഭുതം. അതിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ജീവൻ പോലും പണയം വെക്കാൻ മടിക്കരുത്. അത് എവിടെയാണെന്ന് ചോദിക്കുക. അങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. അതൊക്കെ പോട്ടെ. ആ പെൺകുട്ടി എന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? നിങ്ങൾ അവളെ എവിടേക്കാ പറഞ്ഞോട്ടെ? മുത്തശ്ശൻ പൊളിയാലേ. ആ സ്വയാംബിക മാപ്പിന്റെ അടുത്ത ഭാഗം നിനക്ക് വേണോ? വേണം. ഇവിടെ വന്നെടുത്തോ. അതെന്റെ അടുത്താ ഉള്ളത്. എഴുതേക്കാരാണ് പറഞ്ഞത്. നിങ്ങളല്ല അവളെ മാത്രമാ പറഞ്ഞേ. നീ മാത്രം വാ. നിക്ക്. അങ്ങോട്ട് തിരിയാൻ. നീ വല്ലാത്തൊരു ചെക്കനാണേ. ഓടരുത്, ഓടിയ വെടിവെക്കും. ഞാനൊന്നും ഓടിയില്ലല്ലോ.
അങ്ങോട്ട് തിരിഞ്ഞേക്ക്. അവനെ ലോക്ക് ചെയ്ത് താഴത്തിട്. നല്ല കാര്യം, എല്ലിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഇരുന്ന പെട്ടെന്ന് ശരിയാകും. ഞാനും ഒരു മെഡിക്കൽ പ്രൊഫഷണലാ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നെ? വളരെ നന്നായിട്ട് നിങ്ങൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്താ കാട്ടി? നിനക്ക് ജോലി ചെയ്യാനേ അറിയുന്നില്ല. ഒന്ന് വേഗം വേഗം, വളരെ എമർജൻസിയാണ്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അപ്പൊ നിങ്ങളാരാ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനു മുൻപ് എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ശരി ശരി, വിട്ടേക്ക്. ഇത്ര ദിവസം ഒളിച്ചു വെക്കണമെന്ന് വിചാരിച്ച് സക്സസ് ആവുകയും ചെയ്തു. ഞാൻ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പിച്ചും പേയും പറയും. പിന്നെ മുത്തശ്ശ, നിങ്ങൾ എന്ത് സീക്രറ്റാണ് മറച്ചു വെച്ചിരിക്കുന്നത് പറയൂ. അവിടെ കബാൻ തടാകത്തിനടുത്തൊരു ചെറിയ ഗുഹയുണ്ടാവും. അതിനൊരുപാട് പ്രത്യേകതയുണ്ട്. അവിടെ വെള്ളമുള്ള പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് സത്യമല്ല. അതറിയാലോ. വെള്ളം നിങ്ങളുടെ ജീവിതമാണ്, അതിനകത്ത് ട്രഷർ ഉണ്ട്. അതാണ് ഇപ്പൊ സംശയം. ആ വെള്ളം തന്നെയാ നിധി. ആ വെള്ളം വിട്ടുകളി. വേറെന്തെങ്കിലും പറയേ. മനുഷ്യനെ ജീവനോടെ കൊണ്ടുവരുമോ? ഒന്ന് സമാധാനപ്പെടും. ശരി, സമാധാനിക്കാം. ശരി, പെട്ടെന്ന് പറയും. എനിക്ക് റിപ്പോർട്ട് റെഡിയാക്കണം. ആ വെള്ളമാണ് ബ്ലഡ് ഓഫ് എർത്ത്. അതിന് സ്ഥായിയായ ഭാവമില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നിങ്ങളെ മാറ്റിയാൽ മതിയാവൂ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അതെന്റെ ഏക പ്രൂഫ് ഞാനാ. അവിടെ അപകടമുണ്ടെന്ന് എല്ലാവർക്കും അറിയോ? അതെന്താണെന്ന് ആർക്കും അറിയില്ല. അത്തരമൊരു സമയത്ത് ഞാൻ ആ സത്യം മനസ്സിലാക്കി. എന്റെ കയ്യിലൊരു പാത്രവും തന്ന് എന്നെ അവിടെ നിന്നും യാത്രയാക്കി. ആ ഗുഹയുടെ കവാടം ഒരു രഹസ്യമായ വസ്തു കൊണ്ടാണ് സംരക്ഷിക്കുന്നത്. അതൊരു ഘടികാരം പോലെയാണ് പ്രവർത്തിക്കുക. അതിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജലമാണ് എല്ലാവർക്കും വീര്യം നൽകിയത്. അത് മുറിവുകളെ പെട്ടെന്ന് സുഖപ്പെടുത്തും. അത് കുടിച്ചാൽ ശ്വാസമില്ലെങ്കിൽ പോലും ജീവനോടെ കഴിയാൻ പറ്റും. ആ സ്പ്രിംഗ് ഉണ്ടല്ലോ, അത് വലിയൊരു രഹസ്യ. ഡാൻസ് കാസാൻ എല്ലാറ്റിന്റെയും വലിയ രഹസ്യം അതായിരുന്നു. ആ ബ്ലഡിൽ നിന്നും എല്ലാവരെയും അകറ്റി നിർത്താൻ ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും വലിയ നിധിയേക്കാളും വിലപിടിപ്പുള്ള ഒന്നായിരുന്നു അത്. പക്ഷെ അന്ന് ആർക്കും മനസ്സിലായില്ല അതാണ് എല്ലാവരുടെയും നാശത്തിന് കാരണമാവുക എന്നത്. അന്നത്തെ ഒരു യുദ്ധം കൊണ്ടാണ് എല്ലാവരും നശിച്ചു പോയത്. ആ സമയം ഇവാൻ ഒരു രഹസ്യം മറ്റാരും തിരിച്ചറിയാൻ പാടില്ലെന്നുള്ള ഒരു തീരുമാനമെടുത്തു. ഒരാൾക്ക് മാത്രമാണ് ആ രഹസ്യം കൈമാറിയത്. അത് തന്റെ മരണത്തിന് ശേഷം നശിക്കാൻ പാടില്ലെന്ന് അയാൾ കരുതി. അതിനയാൾ തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു. ആ രഹസ്യം എന്നോട് സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതുവരെ ഞാൻ ആ വാക്ക് നിലനിർത്തി. വലിയ യുദ്ധങ്ങൾ കാരണം ഖസാൻ പൂർണ്ണമായി നശിച്ചു. ആർക്കും രക്ഷപ്പെടാനായില്ല. എവിടെയുള്ളത്? ഒരിടത്തും അന്വേഷിച്ച് കിട്ടിയില്ല. ഇവാൻ ആ രഹസ്യം അവസാനം വരെ ആരോടും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവനുകൾ ബലി കൊടുക്കേണ്ടിയും വന്നു. പിന്നെ ബ്ലഡ് ഓഫ് എർത്ത് രുചിയില്ലാത്തത് കൊണ്ടാണ് എന്റെ കയ്യിൽ കിട്ടിയത്. അയാൾ വലിച്ചെറിഞ്ഞ ആ ജലമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. എന്നെ കൊല്ലാൻ മുതിർന്ന ആ യോദ്ധാവ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അതെന്റെ മേൽ വലിച്ചെറിഞ്ഞത്. മരണം കൺമുമ്പിൽ കണ്ട ഞാൻ അങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്. അയാൾ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ ജലം കൊണ്ടാണ് ഞാൻ ജീവൻ നിലനിർത്തിയത്, അമരത്വം നേടിയത്. അതിനുശേഷം എന്താ സംഭവിച്ചത് മുത്തച്ഛ? അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഇവാനും എനിക്ക് മാത്രമേ അറിയൂ.
അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇവാനും ചിരഞ്ജീവികളാണോ? അത് സത്യമാണോ? അപ്പോ നിങ്ങൾ രണ്ടുപേരും ഐലാൻഡർ പോലെ ജീവനോടെ ഉണ്ടാവും? അല്ലല്ല, ആ രക്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറെ പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ഒരുപാട് കാലം സംരക്ഷിക്കും. അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ആ ഗുഹയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേ മതിയാവൂ. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവാൻ ഗസാനിലേക്ക് പോകാൻ വിചാരിക്കുന്നത്. ഇവര് വെള്ളത്തിനെയാണ് ജീവിതമായി കരുതുന്നത്. എക്സ്ക്യൂസ് മീ. എന്താ മോളെ, എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നെന്ന് തോന്നുന്നല്ലോ. പിന്നെ ആ കീ ഇല്ലേ, അതെനിക്ക് തന്നേക്ക്. അതിന് പകരം ഈ എലിയെ നിനക്ക് തന്നേക്കാം. അതെനിക്ക് തന്നിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പൊക്കോ. ഇവൻ വല്ലാതെ അങ്ങ് പിടയ്ക്കോ ഇവിടെ. ഇവൻ വല്ലാത്ത പഞ്ചാരയാ. അതുകൊണ്ടല്ലേ അവൻ വെട്ടിലായതും. അവനെ അവര് കൊല്ലട്ടെ. നമുക്ക് ആ വെള്ളം കിട്ടിയതിനു ശേഷം നമുക്ക് അവനെ എങ്ങനെയെങ്കിലും ജീവിപ്പിക്കാം. മനസ്സിലായോ? കോൾ ചെയ്തു, ടെക്സ്റ്റ് ചെയ്തു, ഒരു റിപ്ലൈയും ഇല്ല. അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നതാ. നീ സബ്മറൈനിൽ ജോലി ചെയ്യാൻ വന്നതല്ലേ? നിന്റെ വെളച്ചിലൊന്നും ഇവിടെ വേണ്ട. എന്ത് സബ്മറൈനിലോ? അപ്പോഴും നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇദ്ദേഹം പറഞ്ഞ സത്യമാണ്, പിന്നെ പറയാന്നാ വിചാരിച്ചേ. ഗുണ്ടാരെ, ഒന്ന് നിക്ക്. നിന്നോട് നിക്കാനാ പറഞ്ഞേ. ഗുണ്ടാരെ നിക്ക്. ദയവ് ചെയ്ത് എന്റെ കൈവിട്. സ്പെഷ്യൽ ഏജന്റോ ഡീപ് കവറോ എല്ലാരും നീ പറ്റിക്കായിരുന്നല്ലേ? ഞാൻ നിന്നോട് എപ്പോഴോ പറഞ്ഞതാണ്, പക്ഷെ നീ മനസ്സിലാക്കിയില്ല. നീ അത് കാര്യാക്കിയില്ല. തെറ്റ് നിന്റെ ഭാഗത്താണ്. നിനക്ക് പണം മാത്രം മതി ജീവിതത്തില്. നീ ശരിക്കും മോശക്കാരനാണ്. എന്തൊക്കെയാ നീ പറയുന്നേ? ഞാൻ മോശക്കാരനോ? ഒരു മിനിറ്റ് നിക്ക്. Продолжайте движение через 10 метров. Поверните направо. Возьмите левее. ഇത് നോക്ക്, ഞാൻ പറഞ്ഞത് കേക്ക്. ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കൂടെ നീ മിണ്ടില്ലായിരുന്നു. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയാത്തത്. ശരിക്കും ഇപ്പോൾ നിന്നോട് എനിക്ക് വെറുപ്പാണ്. ഞാനും നിന്നെ വെറുക്കുന്നു. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇതെന്റെ ലിസ്റ്റിലില്ലല്ലോ. ഇത് സ്പെഷ്യലായി റെഡിയാക്കിയതാണ്. നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഇതോടെ അവസാനിച്ച സ്പെഷ്യൽ ഏജന്റ്. ആർമിക്കാര് വന്ന് നിന്നെ പിടിച്ചുകൊണ്ടു പോകും. നീ അനുഭവിക്കേ. അത് ശരി, എല്ലാത്തിനും റെഡിയാണല്ലേ കള്ള? മെഡിക്കൽ എക്സാമിന് തയ്യാറാണോ? ആവേശം കൂടുതൽ വേണ്ട. അത് പിന്നെ കോമ്രേഡ്, നിങ്ങൾക്ക് കാശിന്റെ ആവശ്യമുണ്ടല്ലോ. എന്തൊരു ചോദ്യം അത്! കാശ് ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ എനിക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ആർമിക്ക് വേണം. അതന്നെ ഞാനും പറയുന്നേ. കെട്ടഴിച്ചോടെ ഞാൻ ഇന്നെ കാശ് റെഡിയാക്കാം. സൂക്ഷിച്ച് പോണേ, കാലിനൊന്നും പറ്റരുത്. ആ, നിന്നെ തന്നെയാ കാത്തിരുന്നത്. അവൻ എന്റെ അടുത്തേക്ക് താ. ശരി, തന്നേക്കാം. എൽസേ, അത്രയും വലിയ ട്രഷറിന് ഇവൻ വർത്താണെന്നറിയില്ല. എന്നാലും കൊണ്ടുപോയിക്കോ. എന്താ സംഭവിക്കുന്ന ഇവിടെ? നമ്മളതെങ്ങാനും തുറന്നോ?
എനിക്കിത് പറ്റില്ല. പിടിച്ചു കയറ്റടാ എന്നെ. കണ്ടാ ഇവിടെ ഒരു യുദ്ധം നടന്ന പോലുണ്ടല്ലോ. 450 വർഷങ്ങൾക്ക് മുൻപായിരിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്ക് ഗായ്സ്. മാറി നിക്ക്. ഇതാണ് ഗ്ലൂക്കോസ്. ഇയാളിപ്പോ പയറുമണി പോലെ എണീക്കോ. ഞാൻ പഴയ പോലെ തന്നെ. നിങ്ങൾ രണ്ടുപേരും ആരാ? ഞാനാണ് ന്യൂറോളജിസ്റ്റ്. ഞാൻ ന്യൂക്കോളജിസ്റ്റ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഗുൽനാര റെസ്റ്റോറന്റ് എവിടെയാ? എവിടെ? ഇപ്പൊ നമ്മൾ എവിടെയാ ഉള്ളത്? നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ആ തടാകത്തിന് താഴെയാണെന്ന് തോന്നുന്നു. ഞാനൊരു ക്രൂരയാണെന്ന് വിചാരിച്ചോ നീ? ഞാൻ നല്ലവള് തന്നെയാണോ, പക്ഷെ ഒരിക്കലും വിഡ്ഢിയായിരിക്കില്ല. അത് ശരിക്കും തെറ്റ് തന്നെയാ. അവര് നീയാണോ വിളിച്ചോണ്ട് വന്നത്? പറ. അത് പിന്നെ ക്യൂറിയസ് ആയതുകൊണ്ട് വേറെ വഴിയില്ല അനിറ്റാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വിശ്വസിക്കില്ല. ഇത് ഡെഡ് എൻഡ് പോലെയുണ്ട്. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്ന? അയ്യോ, ഇതെന്താ തിന്നാനുള്ളതാന്ന് വിചാരിച്ചോ? ഇത് കണ്ടോ, ഈ ആരോ എങ്ങനെയുണ്ടെന്ന്? ഇതൊരു ട്രാപ്പാണെന്ന് തോന്നുന്നു. അതെയോ? എന്നാ നമുക്ക് തിരിച്ചു പോയാലോ? മിണ്ടാതെ വാ. പിന്നെ നമ്മളോടൊപ്പം ഹീറോ ഉണ്ടല്ലോ. മുമ്പോട്ട് പോടാ. വാ. നീ ആദ്യം പോ. നീ ഒരു പെണ്ണായോണ്ട് നിനക്ക് ഉന്നയിക്കാൻ പറ്റില്ല. ദാ ഇത് പിടിച്ചോ. ആ ഹെഡ്ലൈറ്റ് എന്റെ കയ്യിൽ തന്നേക്ക്. വേഗം എടുക്കിങ്ങോട്ട്. റെസ്റ്റം സൂക്ഷിച്ചു പോ. ശ്രദ്ധിക്കണം കേട്ടോ. അതെ, എനിക്ക് എന്നെ നോക്കാൻ അറിയാം. ദാ ഇങ്ങോട്ട് ടോർച്ചടിച്ചേ. അതൊന്ന് സൂക്ഷിച്ച് ചെയ്താ നന്നായിരുന്നു. വേഗം അങ്ങോട്ട് മാറ്റി. ഇത് ഒരുപാട് നാളത്തെ ട്രാപ്പാണെന്ന് തോന്നുന്നു. ഇത് വർക്ക് ചെയ്യില്ല. റെസ്റ്റം, നിനക്കൊന്നും പറ്റില്ലല്ലോ. വേഗം വാ, അകത്തോട്ട് പോകാം. മുന്നേ പോ. അതിരിക്കട്ടെ, ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലപ്പോ വലിയ പ്രശ്നമാവും. അതോ തിരിച്ചു പോണോ? ഇവിടുന്ന് ഒന്നും കിട്ടുമെന്ന് തോന്നില്ല. ഇനി വഴിയെങ്ങാനും അടഞ്ഞാ പിന്നെ നമ്മുടെ കാര്യം പോക്കാം.
എന്ത് ഭംഗിയല്ലേ, എത്ര നിധിയാ. വേഗം വേഗം ആട്ടെ, വാരി കെട്ട്. കൈ കിട്ടിയത് വാരി എടുത്തോ. വേഗം വേഗം ആവട്ടെ. വേഗം നമുക്കിനി ഒന്നിനെ ഇതിലോട്ട് ജീവിക്കാം. ഹേ ക്രിൽ, നീ ശരിക്കും വലിയൊരു കാര്യം ചെയ്തത്. ശരിക്കും വളരെ വലിയൊരു സഹായമാണ്. അവരെ പോയി ചെക്ക് ചെയ്യ. നന്നായി ചെക്ക് ചെയ്യണം. ഓ, കല്യാണ ചെക്കനും കൂടെയുണ്ടോ? സകലതിനും ചെക്ക് ചെയ്യണം. ഇവരുടെ അടുത്ത് ഒരു ആയുധവും ഇല്ല. എന്റെ മണവാളൻ കോമ്രേഡ്, ഇതെന്താ സിലാനാണോ? അവസാനം ഞാൻ ആ ഫോസിൽ കണ്ടെത്തി. ഒരുപാട് കാലമായി ഞാൻ അന്വേഷിക്കായിരുന്നു. ഇത് ശരിക്കും സെൻസേഷൻ ആണ്. ഇത് പിരമിഡിന് സമർപ്പിക്കുന്നു. കാലത്തിന് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഇതെല്ലാം അങ്ങേക്കുള്ളതാണ് അച്ഛാ, ഇതെല്ലാം അങ്ങേക്കുള്ളതാണ്. ഒരു സ്ഥലത്തിൽ ഒരുപാട് ഭ്രാന്തന്മാർ ഒന്നു ചേർന്നാ തോന്നുന്നു. ഇത് നോക്കലി, നിന്നെ മറികടന്ന് ഒരെണ്ണം അകത്തോട്ട് വരരുത്. വേഗം വാരിക്കെട്ട്, വേഗം വേഗം. മുത്തശ്ശൻ എന്താ പറ്റിയ? ഇല്ല, ഇപ്പോൾ വെള്ളമാണ് വേണ്ടത്. ഞാൻ പോയി എടുത്തിട്ട് വരാം. അത് നിൽക്ക്, ഞാനും വരാം. കമോൺ, വേഗം വേഗം ആവട്ടെ. വേഗം വാരിക്കെട്ട്. നമ്മളെ പറ്റിക്കുകയാണ്. എല്ലാം കയ്യിൽ കിട്ടിയാ പിന്നെ നമ്മളായിരിക്കും ഏറ്റവും വലിയ പണക്കാര്. നമുക്ക് ലാഭം കിട്ടിയാ. ഏയ്, വേഗം വാരിക്കെട്ടാ നോക്ക്. പീസ്റ്റി, ഇതൊക്കെ കാശാ. ഇതുണ്ടെങ്കിലേ നിനക്ക് തിന്നാൻ വാങ്ങാൻ പറ്റൂ. എന്താ ഇവിടെ സംഭവിക്കണ്ടേ? ഉടനെ പുറത്തു കിടക്കണം, അല്ലെങ്കിൽ ആപത്താണ്. ഈ ഫ്ലാസ്ക് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഇതുപോലത്തുള്ള സാധനങ്ങൾ ശേഖരിക്കാറുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം എന്റെ അച്ഛന്റെ അമ്മയുടേതാണ്. അവര് ജീവിതകാലം മുഴുവൻ ഇവിടെ പെട്ടുപോയതാണ്. വേഗം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുകളയും. ഇല്ല, എന്റെ അച്ഛനമ്മയെ വിട്ട് ഞാൻ വരില്ല. കടന്ന് നീ മരിക്കും. ഇല്ല ഇല്ല, ഈ വെള്ളമാണ് അവരെ രക്ഷിക്കുക. ഇത് വേണം, എനിക്ക് ആ ഫ്ലാസ്ക് വേണം. അതിനൊക്കെ സമയം വേഗം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് ആ ട്രഷർ ഒന്നും വേണ്ട. എനിക്കത് ആവശ്യവുമില്ല. ഞാൻ എനിക്ക് വേണ്ടിയില്ല ഇവിടെ വന്നത്, നിനക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് ഇവിടുന്ന് പോകാം, വേഗം പെട്ടെന്ന്. വരാം. മുത്തശ്ശ, ആ ഫ്ലാസ്ക് തരൂ. അവസാനം ഞാൻ പെട്ടുപോയി. ഇനി ഇവിടെ ആരും പേടിക്കണ്ട, എന്റെ അച്ഛൻ വരുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ വരികയാണ് എന്റെ അച്ഛൻ. അതെ അതെ, എല്ലാവരോടും വിളിച്ച് പറയേ. എല്ലാം നമ്മൾ തന്നെ നോക്കണം. ഇപ്പോഴെല്ലാം ചെക്ക് ചെയ്ത് നോക്കേ. എല്ലാ പെണ്ണൊപ്പി ചോദിച്ച പണിയാ, എല്ലാം പോയി. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാന്നേ. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട. ഇത് വേറെ എന്തൊരു നാറ്റാത്.
സ്നേഹത്തിന് വല്ലാത്തൊരു മഹത്വമുണ്ട്, ഒരുപാട് ശക്തിയുണ്ട്. ഒരു കാര്യം ചിന്തിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരുപാട് യുവാക്കളെ ഞാൻ മിലിറ്ററിയിൽ ചേർത്തിട്ടുണ്ട്, പക്ഷെ പെൺകുട്ടികളെ ആരെയും ഞാൻ ചേർത്തിട്ടില്ല. മുകളിൽ കണ്ണുപോലെയുണ്ട്, അതാണ് ഇതിന്റെ യഥാർത്ഥ വഴി. എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്, ആ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. എന്താ ഇത് കാലിയാണല്ലോ. അത് ഞാൻ തകർക്കാൻ പോവാ. ഇത് കണ്ടോ, അദ്ദേഹം നമ്മൾ നോക്കിയാണ് വരുന്നത്. എനിക്കറിയാം, നമ്മൾ മറ്റൊരു പ്ലാന്റിലാണ് എത്തിയെന്ന് എനിക്കറിയാം. ഇത് ഭൂമിയാടാ, പൊട്ടനായി പോയി. ഞാൻ എന്തായാലും പോയി അതിനെ കൊണ്ടുവരാം. നോക്കൂ നോക്കൂ, അങ്ങോട്ട് നോക്കൂ. വേഗം എല്ലാവരും അവിടേക്ക് പോകൂ. ഞാൻ അവനെ രക്ഷപ്പെടുത്തി. ഈ ഓപ്പറേഷൻ എന്റെ കൺട്രോളിലാണ് നടന്നത്. എല്ലാം കൃത്യമായിരുന്നു, വളരെ സക്സസ് ആയിരുന്നു. ഇങ്ങോട്ട് നോക്ക്, എല്ലാം കൈ പിന്നിക്കെട്ട്. എന്നെ കൊണ്ട് കൈയൊന്നും പിന്നിക്കെട്ടാൻ പറ്റില്ല. എന്നെ തൊടരുത്. എന്നെ തൊടാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നെ? ഞാൻ തന്നെ AKA ദിനാറ ടൈസേവ. നിങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയാം. എനിക്ക് വേദനിക്കുന്നു. അല്ല, എന്താ നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാത്ത? നിങ്ങളെ ഒന്നും ശിക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളെ കുറിച്ചുള്ള മറ്റൊന്നും തന്നെ ഞങ്ങൾക്കില്ല. ഓക്കെ, ആക്ച്വലി ഇതൊരു നല്ല പ്ലാന്റ് ആണ്. ഈ ഗ്രഹം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. എന്നോട് കരയരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീയല്ലേ കരയുന്നു? നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഞങ്ങളെ വേഗം വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോ. എന്തെങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു? അതിങ്ങോട്ട് താ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. 500 വർഷമായി വെള്ളം എവിടെ തന്നെയാണ്. ഇല്ല ഇല്ല, ഒരു 1000 വർഷം ഉണ്ടാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ ഭൂമിയിൽ ഇനി എന്നെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി സമയമുണ്ട്, എന്നെ കൊണ്ട് കഴിയും. നിന്റെ അച്ഛനെ അമ്മയെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാനാ, പക്ഷെ എങ്ങനെയൊന്നും സംഭവിക്കുന്ന പ്രതീക്ഷിച്ചില്ല. ഇതിന് മറ്റൊരു വഴി കൂടിയുണ്ട്. അപ്പൊ അവര് ജീവനോടെയുണ്ട്. തടാകത്തിന് താഴെ ഒരാളും കൂടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഡൈവ്സ് ഉണ്ടോ? പ്ലീസ് എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷിക്കേ. അങ്ങനെയാണെങ്കിൽ എന്റെ കരിയർ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് എന്റെ മുഖം കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഒരു പുതിയ ഷോ തുടങ്ങുമ്പോ 150 വർഷമുള്ള ഒരാൾ. എന്താ ഇത്? ഒരിക്കലും നിങ്ങൾ ആ വെള്ളം കുടിച്ചാൽ പിന്നെ ശ്വാസം എടുക്കേണ്ട കാര്യം പോലുമില്ല. ഇതിനകം മരിച്ചു കാണും. അവനൊരു ട്രൂ സബ്മറീനറാണ്. എങ്ങനെയാണ് ജീവത്യാഗം ചെയ്യേണ്ടത്? അവന്റെ സുഖദുഃഖങ്ങളെല്ലാം അവസാനിച്ചു. അവൻ വന്നു. ആ വെള്ളം നീ കുടിച്ചുകൊണ്ടാ ജീവനോടെ തിരിച്ചു വരാൻ കഴിഞ്ഞത്. എന്റെ ജീവൻ കിട്ടിയത് അതുകൊണ്ടല്ല, എന്റെ പ്രണയം കാരണമാണ്. ഇവിടെ പാവമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം മാറിപ്പോയിരിക്കുകയാണ്. റഷ്യൻ ഗവൺമെന്റിനോട് ഒരു വലിയ നിയമം മാറ്റാൻ വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നു. അതും ജനങ്ങളെ അവരുടെ ഇഷ്ടമില്ലാതെ സോൾജേഴ്സായി മാറ്റാൻ പാടില്ല എന്നും, അതോടൊപ്പം ആരെയും സോൾജേഴ്സായി മാറാൻ നിർബന്ധിക്കാൻ പാടില്ല. എല്ലാം അവരുടെ ഇഷ്ടമായിരിക്കണം. അങ്ങനത്തെ ഒരു ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ടീം സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവരെ നയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആശംസകൾ. റഷ്യൻ ഫെഡറേഷന് വേണ്ടി അധ്വാനിക്കാൻ ഞാൻ തയ്യാറാണ്.
ഇനിയും നീ എനിക്ക് $30,000 തരാനുണ്ട്. നീ എന്നെ വഴിതെറ്റിച്ച് സൗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടില്ലേ, ഇനി ഒരുപാട് കാശും കിട്ടും. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ നാറ്റോയുടെ കൂടെ നിന്ന് UN പ്രവർത്തിക്കാൻ പോവാ. അതുകൊണ്ട് കാശിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നിന്നെ പോലെ തന്നെ ഞാനും മാറി. നീ നിന്റെ ദൗത്യം നിറവേറ്റുക. ഞാനിപ്പോ വരെ. ഹലോ, എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? നമുക്കിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിടുന്ന് ആ സ്വർണം മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നായിരുന്നോ? എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ എല്ലാം വെക്കുമായിരുന്നു. അത് കിട്ടിയാലൊന്നും ഞങ്ങൾ ആരോടും പറയാറുമില്ല. അത് ഗവൺമെന്റിനുള്ളതാ. അതാ ചോദിച്ചേ. എന്തായാലും കാര്യം നടന്നല്ലോ അല്ലേ? നീയല്ലേ എന്നോട് പറഞ്ഞത് അതിൽ തീർച്ചയായിട്ടും എന്നോട് പങ്കെടുക്കണമെന്ന്? കൃത്യമായിട്ടും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ നീ എന്റെ സൃഷ്ടിക്ക് എന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേര് വോൾഗ. എന്റെ ഫ്രണ്ട്സ് എന്നെ റോക്സി ബോക്സി എന്ന് വിളിക്കും. റോക്സി ബോക്സി. നരൻ, ശ്രദ്ധിച്ചു പോ. അവനെ പിടിക്കുക. Come on, പാടോ പാടോ പാടോ. 1 2 1 2 3 4. പാട് പാട്, വീണ്ടും പാട്. എനിക്ക് അന്നേ അറിയായിരുന്നു ഇവൻ റിട്ടേൺ ആകുമ്പോഴേക്കും വലിയ പുള്ളിയാവും. ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ വാർത്തെടുക്കും. അതാരത്? താൻ എപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇപ്പൊ തനിക്കൊരു 400 വയസ്സുണ്ടാവോ? നോക്കി കണ്ടും പറയണം. അതിലും കൂടുതലാ. ഞാനില്ലാതെ നീയില്ല, നീയില്ലാതെ രണ്ടുപേരും ഇല്ല. ഹലോ മൈ ട്രഷർ. Отключен телефон, забытые в сетях. Я спрячу тебя навсегда в своих руках. Седьмая ночь без сна, 4-й день без снов. Ее улыбка больше, чем любовь, больше, чем любовь. Бывает иногда просто увидишь ее с какой-то умной книгой посреди вагона метро, и вдруг не важно, что ты проехал свою станцию, что кто-то ждет и никто не просил остаться, что ты студент на грани отчислений, что в военкомате весеннее обновление. Зимой и лето обязательно бы вернулась, если бы она еще хоть раз тебе улыбнулась. Под проливным дождем, холодным утром, хочу держать не телефон, твою руку. Все, что могу сказать, она поймет без слов. Ее улыбка больше, чем отключить телефон. Забытые в сетях, я спрячу тебя навсегда в своих руках. Седьмая ночь без сна, 4-й день без слов. Ее улыбка больше, чем любовь, больше, чем любовь. Уже 2 месяца каждый день с тобой встречаю. Это любовь или ты просто чудо, я не знаю. Зачем смотреть футбол, хожу с тобой к друзьям. Не знаю, почему ты нравишься моим родителям. Не знаю, как вообще все это происходит. По знаку зодиака мы реально не подходим, но день за днем проходит. И если это не любовь, она и не нужна мне.
сказать, она поймет без слов. Ее улыбка больше, чем отключить телефон. Забытые всегда спрячу тебя навсегда в своих руках. Седьмая ночь без сна, четвертый день без слов. Ее улыбка больше, чем любовь. Отключить телефон, забытые всегда спрячу тебя навсегда в своих руках. Седьмая ночь без сна, четвертый день без слов. Ее улыбка больше, чем любовь. Бывает иногда, просто увидишь ее с какой-то умной книгой посреди вагона метро. И вдруг не важно, что ты проехал свою станцию, что кто-то ждет и никто не просил остаться, что ты студент на грани отчислений, и что в военкомате весеннее обновление. Зимой лето обязательно бы вернулась, если бы она еще хоть раз тебе улыбнулась. Отключить телефон,